സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, നല്ല ഒരു ജീവിതാനുഭവം പിന്നെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ചും വളരെ ചെറുപ്പക്കാരനാകുന്ന ഒരു ദൈവദാസനാണ് നമ്മളോടൊപ്പം തൻ്റെ ജീവിതകഥ പങ്കുവെക്കുവാൻ കടന്നു വന്നിരിക്കുന്നത്. ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങൾ എപ്പോഴും വ്യത്യസ്തതയുള്ളതാണ്. അതുകൊണ്ട് വളരെയധികം ഒരു ക്യൂരിയോസിറ്റി എനിക്ക് തന്നെയുണ്ട് ഇന്നത്തെ ജീവിതാനുഭവങ്ങൾ കേൾക്കുവാൻ. പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിപ്പാനിടയായി തീരട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന നല്ല ഈ സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ ദാസനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മിക ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെ നീ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹിതം സാന്നിധ്യം അവരോരോരുത്തരും അനുഭവിക്കട്ടെ. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളോട് വെളിപ്പെടുത്തണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിൽ കേൾപ്പിക്കുന്നു. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ നിമിഷം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. അവിടുത്തെ വൻകാര്യങ്ങൾ ചെയ്യുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, സന്നിധിയിലേക്ക് മുറ്റുമായി സമർപ്പിക്കുന്നു. കുറവശങ്ങളെ ക്ഷമിച്ചാട്ടെ. യേശുവിൻ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. നല്ല ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ ചെറുപ്പക്കാരനാകുന്ന ഒരു ദൈവദാസൻ, കർത്താദാസൻ പാസ്റ്റർ സോബി സക്കറിയ മല്ലപ്പള്ളിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടെ ആദരവോടുകൂടെ പ്രിയ പാസ്റ്റർ വെൽക്കം ചെയ്യണം. വെൽക്കം പാസ്റ്റർ. മല്ലപ്പള്ളി ഞങ്ങൾക്ക് അടുത്ത സ്ഥലമാണ് കേട്ടോ. ഞാൻ റാന്നിക്കാരനാ. റാന്നി മല്ലപ്പള്ളി ആക്ച്വലി ഞാൻ മല്ലപ്പള്ളി ശുശ്രൂഷയാണ്. ശരി, എന്റെ സ്വദേശം എന്ന് പറഞ്ഞാൽ കോന്നിയാണ്. കോന്നി. അപ്പം ശരിക്കും റാന്നിയും കോന്നിയും പേര് കൊണ്ടും സാമ്യമുണ്ട്. തീർച്ചയായിട്ടും അടുത്തടുത്ത സ്ഥലമാണ്. ഫസ്റ്റേ, ഈ ഞാൻ ബോംബെയിലാണ് ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ ഒരു സമയത്ത് ബോംബെയിൽ ചർച്ചിൽ പാസ്റ്റേഴ്സ് വരുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ കുറച്ച് നാൾ ബോംബെ ഫെയ്ത്ത് സിറ്റി ചർച്ചുമായിട്ട് ചേർത്ത് ശുശ്രൂഷിച്ചിരുന്നു. ആ സമയത്ത് നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് വരുമ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ പറയും റാന്നിക്കാരാണെന്ന് പറയും. അപ്പോഴേ ആളുകൾ അങ്ങ് ചിരിക്കും. കാരണം ഒരുവിധപ്പെട്ട പാസ്റ്റർമാരെല്ലാം റാന്നിയാണ്. എനിക്കൊന്ന് റാന്നി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പാസ്റ്റർമാരുള്ളൊരു സ്ഥലം കുമ്പനാട് കഴിഞ്ഞാൽ പിന്നെ കോന്നിയായിരിക്കും. അതെ, നമുക്ക് എത്ര സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയാം കോന്നിയിൽ നിന്ന്. കോന്നി അട്ടച്ചാക്കൽ അല്ലെ? അട്ടച്ചാക്കൽ. ആണോ? ശരി. അട്ടച്ചാക്കലിൽ നിന്ന് നമുക്ക് സുമി സിസ്റ്റർ, അതുപോലെ തന്നെ ഒരു സിനി ജേക്കബ്, അതുപോലെ തന്നെ ലോഡിംഗ് പാപ്പച്ചായൻ, ഇവരൊക്കെ അട്ടച്ചാക്കൽക്കാരാണ് അല്ലേ? ഇവരെല്ലാം പേഴ്സണലി ഞാൻ അറിയുന്നവരാ. ഓ, ഇവരെല്ലാം അറിയാം. ഇവർക്കെല്ലാം നമ്മളുമായിട്ട് ബന്ധമുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവര്. നമുക്ക് പിന്നെ കോന്നി ടൗണിൽ നിന്ന് ഒരു എബ്രഹാം രാജിച്ചാൻ വന്നിരുന്നു. അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒക്കെ ഒരു ചീഫ് മാനേജറൊക്കെ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഓർത്തഡോക്സ് യാക്കോബ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ആ കുടുംബം വിശ്വാസത്തിൽ വന്നതാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ്. ഇന്ന് പിന്നെ ട്രിവാൻഡ്രം ഫെയ്ത്ത് സിറ്റി ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ അവർ കർത്താവിന്റെ വേലയിലൊക്കെ ഇൻവോൾവ് ആയി നിൽക്കുന്നൊരു കുടുംബമാണ്. പരിചയമില്ല അല്ലേ? അറിയുന്നവരാണോ? ഓ ശരി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തമ്മിൽ നമ്മുടെ ഇടയിൽ അറിയുന്ന ഒത്തിരി ആളുകളുണ്ടല്ലോ. അതെ, ഓൾമോസ്റ്റ് ഇവിടെ ഉള്ള, പ്രത്യേകിച്ച് നമ്മൾ ഈ ശുശ്രൂഷ മേഖലയിലും കൂടെ നിൽക്കുന്നതുകൊണ്ട് അട്ടച്ചാക്കിൽ പിന്നെ പൊതുവെ നമ്മുടെ ഒക്കെ ദേശമായതുകൊണ്ട് അവിടെ ഉള്ള എല്ലാവരെയും അറിയും. ഇങ്ങനെയുള്ളവരെ എല്ലാവരും നമ്മൾ മീറ്റിങ്ങിൽ അങ്ങോട്ട് പോവുകയും വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും പേഴ്സണലി അറിയാം. ഇവരെല്ലാം നമുക്ക് സാക്ഷ്യത്തിന് കോന്നിയിൽ നിന്ന് വന്നിട്ടുണ്ട്. പാസ്റ്റർ ജോസ് അതുല്യ, പിന്നെ ഒരു രാജു ചാൻ ഉണ്ടായിരുന്നു. ഓക്കെ, രാജു ഫിലിപ്പ്. ഓക്കെ, ഞാൻ നന്ദി പറയണം ആദ്യമേ. കാരണം കർത്താവിൻ്റെ ദാസന് സജി പാസ്റ്ററും മിനി സിസ്റ്ററും അമേരിക്കയിൽ നിന്ന് നമുക്ക് അവരുടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. മിനി സിസ്റ്റർ ശരിക്കും നമ്പർ തന്നിട്ട് പറഞ്ഞത് പാസ്റ്ററുടെ സാക്ഷ്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. നിങ്ങൾ മിനിസ്ട്രിയിൽ ഒന്നിച്ചല്ലേ? ഞങ്ങൾ മിനിസ്ട്രിയിൽ ഇവിടെ മല്ലപ്പള്ളിയിൽ ഒരുമിച്ചായിരിക്കുന്നു. ഓക്കെ, ലൈറ്റ് ആൻഡ് ലൈഫ് മിനിസ്ട്രി. അതെ, വർഷിപ്പ് സെന്റർ, ലൈറ്റ് ആൻഡ് ലൈഫ് വർഷിപ്പ് സെന്റർ മല്ലപ്പള്ളി. അതെ. അവിടെ താമസിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുന്നു. ഇല്ല, ഞാനിപ്പം വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കോന്നിയിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. ഞങ്ങള് പോയി ഞായർ, വെള്ളി ഇങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം പോയിട്ട് വരിക ഇപ്പം ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ ഞാൻ പാസ്റ്ററായിട്ട് ഇപ്പൊ കേറിയിട്ടും ഏകദേശം ഒരു 6 മാസം ആയതേ ഉള്ളൂ ശരിക്കും. അതിനു മുമ്പ് എന്ത് ചെയ്യായിരുന്നു പാസ്റ്റർ? അതിനു മുമ്പും ഞാൻ ആക്ച്വലി പൊതു ശുശ്രൂഷകളിലായിരുന്നു. അത് എന്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞു വരുമ്പോ ഞാൻ ആ ഒരു ശരി. അപ്പൊ നമുക്കിനി ആ ഒരു എന്താ പറയുന്ന കഥയുടെ രസം കളയണ്ട.
അപ്പം ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി കുടുംബത്തെക്കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് പറഞ്ഞ് മാതാപിതാക്കളെക്കുറിച്ച് പാസ്റ്റർ കുടുംബത്തെക്കുറിച്ചൊന്ന് പറഞ്ഞ് പരിചയപ്പെട്ട ശേഷം അനുഭവങ്ങൾ പറയാം കേട്ടോ. അതിപ്പോൾ ഒന്ന് കോന്നിക്കാരനാണെന്ന് പറഞ്ഞു, പക്ഷെ മാതാപിതാക്കൾ പാസ്റ്റർ ഒരു ഈ പറഞ്ഞതുപോലെ കോന്നിയിലെ ഒത്തിരി വിശ്വാസ പാരമ്പര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അങ്ങനെ ഒരു പശ്ചാത്തലമാണോ എന്നൊക്കെ ഒന്ന് ഇൻഫർമേഷൻ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പാസ്റ്റർ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. ആക്ച്വലി ഞാൻ പ്രാരംഭ നിമിഷത്തിൽ തന്നെ ഞാൻ ഫിന്നി പാസ്റ്ററിനും കുടുംബത്തിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേര് ഇതിനെ പറ്റി കേൾക്കുകയും ഒരുപാട് പേര് നല്ല നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുകയും എന്നെ പേഴ്സണലി ഞാനും ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ബലം പകരുന്ന ചില നിമിഷങ്ങളിലൊക്കെ നമ്മൾ ഈ ചില കൺഫ്യൂഷൻസിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ചിലരുടെയൊക്കെ സാക്ഷ്യങ്ങളാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. അതിന് ഈ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും എന്താ പറഞ്ഞ ഒരു ദൈവത്തിന്റെ ഒരു പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അത് എന്നെ ക്ഷണിച്ചതിൽ ഉള്ള മുഴുവൻ നന്ദിയും കടപ്പാടും ഞാൻ ഈ നിമിഷത്തിൽ പാസ്റ്ററിനോടും കുടുംബത്തിനോടും ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എന്നെ കാണുന്ന പ്രേക്ഷകരോടും അതേ സമയത്തിൽ എല്ലാവരോടും ഉള്ള ദൈവനാമത്തിലുള്ള സ്നേഹത്തിനെ ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കുടുംബത്തിനെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. ശരിക്കും ഞങ്ങളൊരു പെന്തക്കോസ്റ്റ് പശ്ചാത്തലത്തിലല്ല ഞങ്ങൾ വന്നത്. ഞങ്ങള് ഓർത്തഡോക്സ് ചർച്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഞങ്ങൾക്കുള്ളത്. എന്റെ ഫാദറിന്റെ സൈഡ് ഓർത്തഡോക്സ് ചർച്ച്, അതുപോലെ മദർ സൈഡ് മർത്തോമൈറ്റ്സ് ആണ് അവര്. അപ്പം ഇത് രണ്ടു കുടുംബങ്ങളിലും പേര് പറഞ്ഞാൽ അറിയപ്പെടുന്ന വൈദികന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളെ കർത്താവാണല്ലോ വിളിച്ചിറക്കിയിരിക്കുന്നത്. അപ്പം കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പശ്ചാത്തലം. എന്റെ ഫാദർ PV സ്കറിയ എന്ന് പറയും. അദ്ദേഹം മിലിറ്ററിയിൽ ഇപ്പൊ എക്സ് സർവീസ് ആയിട്ട് ഇരിക്കുന്നു. ഈ സുവിശേഷ വിശ്വസിക്കാൻ തന്നെ കാരണമാകുന്ന അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള യാത്രയിലാണ്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, വൈദികരൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞോണ്ടോ? കോന്നിക്കാരൻ അച്ഛനുണ്ടല്ലോ, ടി എ വർഗീസ് അച്ഛനെ അറിയാമോ? ഇതിനൊക്കെ നിങ്ങളുടെ അട്ടച്ചാക്കൽക്കാരാണോ? ഞാൻ വിചാരിക്കുന്ന ആളാണെങ്കിൽ യെസ്. അച്ഛൻ ഇപ്പം പെന്തക്കോസ്തിലാണ്. അത് മർത്തോമേലെ അച്ഛനാണോ? മർത്തോമേലെ അച്ഛനായിരുന്നു. അച്ഛന്റെ സഹോദരൻ ശമുവേൽ പാസ്റ്റർ. വളരെ കോന്നിക്കാര് നമുക്കൊന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരി, ഇടയ്ക്കങ്ങ് കേറി ചോദിച്ചാ കേട്ടോ. കണ്ടിന്യൂ ചെയ്യാം. അയ്യോ, തീർച്ചയായിട്ടും. അങ്ങനെ എന്റെ ഫാദർ എക്സ് സർവീസ് ആണ് ഇപ്പം. മദർ ഇതുപോലെ വീട്ടില് ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നു. പിന്നെ ശോശാമാസ്ക് അറിയാന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പിന്നെ എനിക്കൊരു ബ്രദറുണ്ട്, പുള്ളി മാരീഡ് ആണ്. അവര് കുടുംബമായിട്ട് സൗദി അറേബ്യയുടെ പ്രദേശത്താണ്. രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. അവരിപ്പോ ഞങ്ങളുടെ ആണ് അവര് ഉള്ളത്. പിന്നെ ഞാൻ വിവാഹിതനാണ്. എൽസ എന്നാണ് എന്റെ വൈഫിന്റെ പേര്. എനിക്കൊരു മോനുണ്ട്, 1.5 വയസ്സായതേ ഉള്ളൂ. ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളെ പറ്റി കൂടുതൽ പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ഇതിന്റെ അകത്ത് വരാനുള്ള സാഹചര്യം, നോർത്ത് ഇന്ത്യയിലെ പപ്പാടൂട്, ഈ നോർത്ത് ഇന്ത്യയിലെ ഏകദേശം എനിക്ക് മധ്യപ്രദേശ്, ഗ്വാളിയർ മധ്യപ്രദേശിലായിരിക്കുന്ന സമയത്താണ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. ഞങ്ങളുടെ മദറും ഫാദറും ഒക്കെ ഓർത്തഡോക്സിലായിരുന്നല്ലോ. അപ്പം അവിടെ ഒരു ഓർത്തഡോക്സ് ചർച്ചിൽ പോകണമെങ്കിൽ ഏകദേശം 100-150 കിലോമീറ്റർ ഒക്കെ അങ്ങ് ദൂരമാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ പോകുന്ന ബിലീവേഴ്സ് ആയിരുന്നു. ആ ഇടയ്ക്കാണ് അവിടെ ഉള്ള നമ്മുടെ പാസ്റ്റർമാര്, പ്രത്യേകിച്ച് ഇവിടെ നിന്നുള്ള ഒരുപാട് സുവിശേഷകര് സത്യത്തിൽ നോർത്ത് ഇന്ത്യയില് ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രയോജനപ്പെടുന്നുണ്ട്. ഇവിടെ ഉള്ള ആളുകൾക്ക് അത്രയും അറിയത്തില്ലെങ്കിൽ പോലും അവർ ഓരോ വീടുകളിലും അല്ലെ ഓരോ ക്വാർട്ടേഴ്സുകളിലും അവര് ധൈര്യത്തോടെ ക്രിസ്തുവിന്റെ സ്നേഹത്തോടെ എല്ലായിടത്തും കടന്നു ചെല്ലാറുണ്ട്. അങ്ങനെ യാദൃച്ഛികമായ ഒരു ദിവസം ഞങ്ങളുടെ ഭവനത്തിലും വരികയും ഇവരോട്, എൻ്റെ മാതാപിതാക്കളോട് കണ്ട് സംസാരിക്കുകയും എൻ്റെ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ക്ഷണിക്കുകയും അവിടെ ചെന്നതിന് ശേഷം അങ്ങനെ പോയാണ് എൻ്റെ മദറാണ് ശരിക്കും ആദ്യമേ ഈ ഒരു രക്ഷയിലേക്ക് വന്നത്. തൊട്ട് ചേർന്ന് തന്നെ ഫാദറും ഉണ്ടായിരുന്നു. പക്ഷെ വന്നെങ്കിലും അദ്ദേഹം കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയി. ഈ നമ്മുടെ ആളുകളെ സംബന്ധിച്ചൊരു ഈ മറ്റുള്ള ആളുകളെ നോക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയത് കാരണം എൻ്റെ ഫാദർ പെട്ടെന്ന് തന്നെ വന്നതുപോലെ തന്നെ തിരിച്ചും പോയി. പക്ഷെ എൻ്റെ മദർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നു. മമ്മി പ്രത്യേകിച്ച് ആ സമയങ്ങളിലൊക്കെ ഈ സ്നാനപ്പെടാൻ പോകുന്ന സമയം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. തനിക്ക് സ്നാനപ്പെടണം എന്ന് എൻ്റെ ഫാദറിനോട് പറയുന്ന സമയത്ത് മറ്റുള്ളവരെ പോലും വിലക്കിയില്ല. പക്ഷെ എൻ്റെ ഫാദർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നീ സ്നാനപ്പെട്ടോ, പക്ഷെ
അതിൻ്റെ അകത്തൊരു കാര്യം നീ ഓർത്തോണം, നീ സ്നാനപ്പെടുമ്പം പിന്നെ തിരിച്ചൊരു വരവ് നീ പ്രതീക്ഷിക്കരുത്. നീ സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. അതിന്റെ നടുവിൽ ചിലപ്പം ഞാനിപ്പം ചെറുതായിട്ട് നിന്നെ വഴക്ക് പറയത്തുള്ളൂ, എന്റെ വഴക്ക് പറയുന്നതിന്റെ ഇതൊക്കെ കൂടിയെന്നിരിക്കും, പല പ്രതിസന്ധികൾ വന്നെന്നിരിക്കും. അങ്ങനെ പോയിട്ട് മടങ്ങി വരാനാണെങ്കിൽ പോകണ്ട, അല്ല നിനക്ക് അതിൽ തന്നെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. എന്തായാലും മമ്മി മുൻപോട്ട് വെച്ച കാലം മുൻപോട്ടെന്ന് പറഞ്ഞ് കർത്താവിലുള്ള വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചു. ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ, ആ തിരിച്ച് ആ ആ ഒരു സ്റ്റെപ്പാണ് ഇന്ന് ഈ പറയുന്ന ഞാൻ ഒരു പാസ്റ്ററായിട്ട് ഇവിടെ ഇരിക്കുന്നത്. സത്യത്തില് എനിക്ക് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും ഞാൻ എപ്പോഴും ഓർക്കുകയും, ഞാൻ എനിക്കുള്ള ശുശ്രൂഷ കിട്ടുന്ന ഓരോ മേഖലയിലും ഞാൻ പറയാറുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ആത്മീയ പശ്ചാത്തലമോ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ അതെന്റെ മമ്മി ഞങ്ങളെ നടത്തിയതാണെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. കാരണം എന്റെ വളരെ കണ്ടിന്യൂ ചെയ്ത് പറയാമല്ലോ. എന്റെ ബാല്യകാലങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ സൺഡേയില് അവിടെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ഒരു 11-11:30 വരെയൊക്കെ 12 വരെയൊക്കെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ സൺഡേ ദിവസങ്ങളിൽ വീട്ടിൽ ഇരുന്ന് കാർട്ടൂൺ കാണാനും ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം. പക്ഷെ ഫാദർ അന്നേരത്തിന് പിന്മാറ്റത്തിൽ പോയി. അദ്ദേഹം പിന്നെ ഡ്യൂട്ടി കാര്യങ്ങളുമായിട്ട് മിലിറ്ററിയിലാണല്ലോ, സൺഡേയിലും ഒക്കെ അവർക്ക് വർക്കിംഗ് ഡേ ആണ്. അപ്പം ഞങ്ങളെ നിർബന്ധിച്ച് ഞങ്ങളുടെ മമ്മി അടുത്തുള്ള ചർച്ചിലേക്ക് കൊണ്ടുപോകും. ഞങ്ങൾക്ക് പോകാൻ ഇഷ്ടമല്ല, പക്ഷെ ഞങ്ങൾക്ക് കാരണം വീട്ടിൽ ഇരുന്ന് ഞങ്ങൾക്ക് ആ കാർട്ടൂൺ കാണണം, അല്ലെങ്കിൽ ആ പ്രോഗ്രാംസ് കാണണം. പക്ഷെ ഞങ്ങളെ നിർബന്ധിച്ച് കൊണ്ടുപോവാ. രാത്രികളിൽ ഞാൻ എപ്പോഴും ഓർക്കും, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ എന്റെ അനുഭവങ്ങളിൽ രാത്രിയിൽ ഞങ്ങൾ കേട്ടിട്ടുള്ള കഥകൾ മുഴുവനും ബൈബിൾ കഥകളാണ് മുഴുവനും. ഞങ്ങൾ വേറൊരു കഥ കേട്ടിട്ടില്ല. ഞങ്ങളെ നിർബന്ധിക്കുമായിരുന്നു, പുഷ് ചെയ്യും ഓരോ കാര്യത്തിലും. ഞങ്ങൾക്ക് ബേസിക്കലി ഞാനും എൻ്റെ ബ്രദറും, അപ്പൊ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് അങ്ങനെ പോകണം എന്നുള്ള താല്പര്യമില്ല. പക്ഷെ ഞങ്ങളെ നിർബന്ധിച്ച് ഓരോന്ന് പഠിപ്പിക്കുക, വാക്യങ്ങൾ പഠിപ്പിക്കുക, ഈ കഥകൾ കേൾപ്പിക്കുക, അങ്ങനെയുള്ള വേദ പഠനങ്ങളും അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം ആ ഒരു രീതിയിൽ നിർബന്ധിച്ച് പുഷ് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പം ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേന് അപ്പോഴും ഞങ്ങൾ ഈ പറയുന്ന ഇവരോട് പോകുന്നു എന്ന് പറയുമ്പോഴും നമ്മളെ സംബന്ധിച്ച് പള്ളി അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങൾ തന്നെയാണ്. ഞാനൊരു തിരിച്ചറിയുന്നത്, ഞാനൊരു ദൈവ പൈതലാണെന്ന് തിരിച്ചറിയുന്നത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഏകദേശം ഒരു 11 വയസ്സേ ഉള്ളൂ. ആ ദൈവ പൈതലാണെന്ന് എടുത്തു പറയാൻ കാര്യം, എല്ലാ ആൾക്കാരും പറയും, കുഞ്ഞുങ്ങളും പറയും ഞാൻ യേശുവിന്റെ മോന അല്ലെ മകനാണെന്നൊക്കെ പറയും. പക്ഷെ അത് ശരിക്കും എൻ്റെ സ്പിരിറ്റില് ഞാൻ ആ പ്രായത്തിൽ തിരിച്ചറിഞ്ഞു. എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞങ്ങള് ഒരു പരുവം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളുടെ ഫാദർ ഞങ്ങളെ നാട്ടിൽ കൊണ്ടുപോയാക്കി. ഞങ്ങളൊരു 6ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ നാട്ടിൽ ഷിഫ്റ്റ് ആയി. ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്താണ്, ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാടുകാണി എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് ഒരു 21 ദിവസത്തെ ഒരു ഫാസ്റ്റിംഗ് പ്രേയർ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ IPC ട്രഡീഷണൽ ചർച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൺഡേ പോകും, പിന്നെ എന്തെങ്കിലും കോട്ടേജ് മീറ്റിംഗ് ഉണ്ടേ പോകും. ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പുഷ് ചെയ്യും, ഞങ്ങൾ പോകും, പ്രാർത്ഥന കഴിയും, വീട്ടിൽ മടങ്ങി വരുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പൊ വലിയ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 11 വയസ്സുള്ള ഒരു പയ്യന് അത്രയൊക്കെ ഉള്ള ബോധമേ ഉള്ളല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചർച്ചിലെ, അപ്പം അവിടെ ഒരു ദൈവാസന്റെ മക്കള് ഞങ്ങളെ നിർബന്ധിച്ച്, അവരിച്ചിരി കൂടെ 10-18 വയസ്സൊക്കെ ആയിട്ടുള്ള ചെറുപ്പക്കാരാണ്. അവരിങ്ങനെ നിർബന്ധിച്ച് ഞങ്ങളുടെ മമ്മിയോട് വന്ന് പറഞ്ഞു, ഇതുപോലെ ഇതുപോലെ ഒരു 21 ദിവസത്തെ ഒരു പ്രെയർ നടക്കുന്നുണ്ട്, അവിടെ വരണം എന്ന് പറഞ്ഞ് ഞങ്ങളെ നിർബന്ധിച്ചു കൊണ്ടുപോവാ. അപ്പം അന്നത്തെ ഒരു ഏറ്റവും വലിയൊരു നല്ല മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പാസ്റ്ററെ, ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ ചർച്ചുകളിൽ ഒരു ഉപവാസ പ്രാർത്ഥനയോ ഒരു കൺവെൻഷനോ ഒക്കെ നടത്തിയാല് വേറെ ഇപ്പൊ പെന്തക്കോസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും വരത്തില്ല, വേറൊരു ചർച്ചിൽ ഇങ്ങോട്ട് വരത്തില്ല, ഒരു നോട്ടീസ് വായിച്ചാലും വരത്തില്ല. അന്ന് അങ്ങനല്ല. അന്ന് അടുത്തൊരു മീറ്റിംഗ് ഉണ്ട്, ഏത് ചർച്ചിന്റെ ആണെങ്കിൽ കൺവെൻഷൻ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സഹകരിക്കുന്ന ടൈമാണ്. അപ്പം ഇന്ന് വന്നു കഴിഞ്ഞാൽ ഇയാൾ അങ്ങോട്ട് പോകുമോ ഇങ്ങോട്ട് വരുമോ എന്നുള്ള പേടിയുള്ള കൂട്ടത്തില്. അന്ന് അതില്ല. അപ്പം അങ്ങനെ ഞങ്ങളെ നിർബന്ധിച്ച് ഞങ്ങൾ അന്നത്തെ പ്രാർത്ഥനയ്ക്ക് പോകാൻ ഇടയായി. അപ്പൊ 21 ദിവസവും ശക്തന്മാരായിട്ടുള്ള ദൈവദാസന്മാരാണ് വരുന്നത്. ഞാൻ ചെല്ലുന്ന ദിവസം എനിക്ക് തോന്നുന്നു പാസ്റ്റർ വർഗീസ് ബേബി പാസ്റ്റർ ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അന്ന് പാസ്റ്റർ ആണെന്ന് തോന്നുന്നു വന്നത്. അപ്പം മെസ്സേജ് എടുക്കുന്നുണ്ട്. അപ്പം അവിടെ ഭയങ്കര പരിശുദ്ധാത്മാഭിഷേകത്തിലെ കുഞ്ഞുങ്ങളൊക്കെ എന്നെക്കാളും കുറച്ചും കൂടെ, എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയത് ഞാനാന്ന് തോന്നുന്നു അവിടെ അഭിഷേകം പ്രാപിച്ചതില്. ബാക്കിയുള്ളവരെല്ലാവരും 8ലും 9ലും 10ലും ഒക്കെ പഠിക്കുന്ന മറ്റുള്ള ചെറുപ്പക്കാര് ഭയങ്കര ഒരു ഉണർവ് നടക്കും ആ സമയത്ത്.
അപ്പൊ ഇവരെല്ലാം പോകുന്നു, കൈയടിക്കുന്നു, ഭയങ്കര അന്യഭാഷയിൽ ആരാധിക്കുന്നു. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ നിർബന്ധിച്ചത് കൊണ്ട് പോയി ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു. ആ കൂട്ടത്തിൽ എന്റെ ജ്യേഷ്ഠനും അന്യഭാഷ ലഭിക്കുകയൊക്കെ ഇടയായി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തിരിഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാസ്റ്റർമാര് നമ്മളെ വെരിട്ടുമല്ലോ, കണ്ണടച്ചിരിക്കുന്നു പറയും, കണ്ണടയ്ക്ക് കൈ കൊട്ടെന്ന് പറയും. അപ്പൊ ഇവര് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ കണ്ണടയ്ക്കും, കൈ കൊട്ടും. അങ്ങനെ നിൽക്കുന്ന ഏതോ ഒരു മൊമെന്റില് എനിക്ക് പോലും അറിയത്തില്ല, എനിക്കുണ്ടായ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്റെ ജീവിതത്തിൽ 2 ടേണിംഗ് പോയിന്റ് ആണ് ഉണ്ടായത്. ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് ആണ് ഈ 11 വയസ്സുള്ളപ്പം നിർബന്ധിച്ച് ഞങ്ങളെ ഇങ്ങനെ കണ്ണടയ്ക്കണമെന്ന് അവിടുന്ന് പാസ്റ്റർ ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാനിങ്ങനെ കണ്ണടച്ചു, ഇങ്ങനെ കൈ കൊട്ടുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കണ്ണടച്ച് കൈ കൊട്ടിക്കൊണ്ടിരിക്കുമ്പം എന്റെ മുൻപിൽ ഒരു വലിയ പ്രകാശം, അതായത് ഒരു തീ ഞാൻ ഇങ്ങനെ കാണും എന്റെ ഫ്രണ്ടില്. ഈ തീ എന്റെ മുമ്പിലോട്ട് വന്നു. എന്റെ ശരീരത്ത് ഒരു പ്രത്യേകിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് കണ്ണു തുറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി. ഞാൻ കണ്ണു തുറക്കണം, ഇത് എന്തുവാണെന്നുള്ള ഞാൻ പെട്ടെന്ന് ഞെട്ടി കണ്ണു തുറക്കണം എന്നുണ്ട്. പക്ഷെ എന്റെ കണ്ണു തുറന്നു വരുന്നില്ല. പക്ഷെ എന്റെ കൈയടിക്കുന്ന അതുവരെ എന്നെ നിർബന്ധിച്ച് കൈയടിപ്പിച്ചെങ്കിൽ പിന്നെ എന്റെ കൈയടിയുടെ ആ ഒരു ഇത് കൂടുന്നു. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എനിക്കറിയത്തില്ല ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നുള്ള. അങ്ങനെ എന്നെ ആരും നിയന്ത്രിക്കുന്നത് പോലെയായി. ഇത് ഓർക്കണമേ, 11 വയസ്സുള്ള ഒരു പയ്യന്റെ അനുഭവമാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് മറ്റുള്ള ഒരു കാര്യങ്ങളും അറിയത്തുമില്ല. അപ്പോൾ എന്തോ ഒരു ശക്തി, ഒരു കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോഴത്തേന് എന്റെ ആ ഒരു ബോധതലം സത്യത്തിൽ മാറിയെന്ന് തന്നെ പറയാം. പിന്നെ ഞാന് ഈ പറഞ്ഞതുപോലെ വേറെ ഏതോ ഒരു നിയന്ത്രണത്തിന്റെ കീഴിലായി. ഏകദേശം എനിക്ക് തോന്നുന്നു ആ ഒരു ആരാധന ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നീണ്ടു നിന്നു. എല്ലാം കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് നോക്കുമ്പം ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഞാന് ആ പന്തലിന്റെ ഏറ്റവും പുറകിൽ നിൽപ്പുണ്ട് ഒരു 11 വയസ്സുള്ള ഒരു പയ്യൻ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞാൻ ഇന്നും ആലോചിക്കാറുണ്ട്. പക്ഷെ എന്റെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇന്നും അതേ ആവേശത്തോടെ അതെനിക്ക് പോയിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. മീൻസ് ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോകും, ഇങ്ങനെ ജീവിച്ചില്ലേ നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എനിക്ക് 37 വയസ്സുണ്ട്. അപ്പൊ ഈ 37 വയസ്സ് വരെ എന്റെ ഇത് കുറഞ്ഞിട്ടുമില്ല, കൂടിയിട്ടുള്ളതേ ഉള്ളൂ. ഞാൻ ഏത് സ്റ്റേജിൽ വന്നാലും ഈ ആരാധനയുണ്ട്, ഈ ശക്തി എന്റെ മേൽ അന്നും ഇന്നും ഒരുപോലെ നിൽക്കുന്നു. അതാണ് എന്റെ ജീവിതത്തിന്റെ ക്രിസ്തുവിലേക്ക് എന്നെ അടുപ്പിക്കുന്ന ആദ്യത്തെ ഘടകം. എന്റെ അപ്പനും അമ്മയും പരിചയപ്പെടുത്തിയ യേശുവിൽ നിന്ന് വ്യത്യസ്തനായ ഒരു യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും പിതാവിനെയും ഒക്കെ ഞാൻ തിരിച്ചറിയുന്നത് ആ ഒറ്റ രാത്രിയിലാണ്. അതാണ് എന്റെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ്. അപ്പൊ എനിക്ക് ഇന്ന് പലരും പറയാറുണ്ട് ഈ അന്യഭാഷ മോക്ക് ചെയ്തും അല്ലാതെ പലരും പറയുമ്പം എന്റെ എക്സ്പീരിയൻസ് ഞാൻ എന്റെ മീൻസ് ചെറുപ്പക്കാരോടും അല്ലെ കുഞ്ഞുങ്ങളോടും പറയാനുള്ളത്, ഇത് ഒരു വെറുതെ ആരോ കേട്ടു പറയുന്ന ഒരു കാര്യമല്ല. ആക്ച്വലി ഇതല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ചിട്ട് പറയുന്ന ഒരു കാര്യമല്ല. ഇത് നമ്മളുടെ മേൽ ആ ശക്തി വെളിപ്പെടുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പുറത്തു വരുന്ന ഒരു ശക്തിയോ ഒരു വേർഡുകള് സ്വർഗീയ ഭാഷയാണ്. എനിക്ക് ഞാൻ എപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ പെന്തക്കോസ്തുകാര് ഇത്രയും അന്യഭാഷ പറയുന്നു, മറ്റുള്ളവരെന്താ ഈ അന്യഭാഷ പറയാത്ത, അവർക്കൊന്നും എന്താ ഈ അഭിഷേകം ലഭിക്കാത്ത? അതുകൊണ്ടാണല്ലോ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അവർക്കൂടി ഇത് കിട്ടുവാണെങ്കിൽ അവരൊരിക്കലും ഇത് പറയത്തില്ലോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, മറ്റുള്ള കൃപാവരങ്ങളെക്കാട്ടിലും ഏതൊരു പെന്തക്കോസ്തുകാരനും ഏറ്റവും കൂടുതൽ അന്യഭാഷയിൽ ആരാധിക്കാറുണ്ട്. പക്ഷെ ഈ പറയുന്ന കൃപാവരങ്ങളിൽ യൂസ് ചെയ്യുന്നത് മീൻസ് പ്രയോജനപ്പെടുന്ന വളരെ കുറവാണ്. എനിക്ക് കിട്ടിയ ഒരു ആൻസർ ഇതാണ്. നമ്മൾ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് മീൻസ് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളെ സംബന്ധിച്ച് അവർ ഹോളി സ്പിരിറ്റിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അന്യഭാഷയെ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. അപ്പൊ ഈ അന്യഭാഷ നമ്മുടെ പെന്തക്കോസ്ത് ചർച്ചിൽ കൂടുതലും ഈ അന്യഭാഷ പ്രാപിക്കുക എന്ന് പറയുന്ന എല്ലാ പാസ്റ്റേഴ്സും അല്ലെ നമ്മുടെ മുതിർന്നവരും നമ്മുടെ പ്രായമായവരും എല്ലാവരും നമ്മളെ കൂടുതൽ പറയാറുണ്ട് അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി. അപ്പൊ വിശ്വസിക്കുന്ന ഒരു തലം ഭയങ്കരമാണ്. അന്യഭാഷയെ നന്നായിട്ട് വിശ്വസിക്കുകയും എല്ലാവരും പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി വാഞ്ചിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റുള്ള കൃപാവരങ്ങളെ പറ്റി സത്യത്തില് അത്രയും നമ്മളോട് പറയാറില്ല. ഈ മറ്റുള്ള കൃപാവരം എന്ന് പറയുമ്പം പ്രവചനപരമുണ്ട്, അതുപോലെ വ്യാഖ്യാനവരം കിടക്കുന്നു, അത്ഭുത രോഗശാന്തിയുടെ വരം കിടക്കുന്നു, വീര്യപ്രവൃത്തികളുടെ വരം കിടക്കുന്നു. ഇങ്ങനെ ഒത്തിരി വരങ്ങൾ മറ്റുള്ളത് നിൽക്കുമ്പോഴും
ഈ അന്യഭാഷ പ്രാപിക്കണം. അത് ഒരു നമ്മുടെ ബേസിക് ആയിട്ട് ഒരു പെന്തക്കോസ്തുകാരൻ അത് പ്രാപിച്ചിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വിശ്വസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു, വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാ. അപ്പൊ വിശ്വസിക്കുന്നവർ, കർത്താവ് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പൊ വിശ്വസിക്കുമ്പം ഇത് ലഭിക്കുക. മറ്റുള്ളതിനെ അതുപോലെ വിശ്വസിക്കാൻ തയ്യാറല്ല. അത് കുറച്ച് നിയോഗിക്കപ്പെട്ട ആൾക്കാരോ അല്ലെ കർത്താവ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രം ലഭിക്കുന്നു എന്നുള്ള ചില ചിന്തകളുണ്ട്. അതുകൊണ്ടായിരിക്കാം, ഒരു പക്ഷെ ഞാൻ കരുതുന്നു, അതുകൊണ്ടായിരിക്കാം, എന്റെ ചിന്തകൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം അത് ഈ പറഞ്ഞ പോലെ അത് അധികം അങ്ങോട്ട് മറ്റുള്ള കൃപാവരങ്ങളിൽ അങ്ങോട്ട് ഉപയോഗിക്കപ്പെടത്തെ. ഓക്കെ, ഞാൻ എന്റെ കാര്യത്തിലേക്ക് വരാം. അപ്പം അങ്ങനെ എനിക്ക് അന്നുണ്ടായ ആ ഒരു അന്യഭാഷ അടയാളം എനിക്ക് ലഭിച്ചത്, എനിക്ക് ഒരു ഭാഷ പറയുകയല്ല, മറിച്ച് എന്റെ മേലൊരു ശക്തിയാ വന്നേ. കാരണം ഞാൻ കുറച്ചു നേരത്തേക്ക് എന്റെ കണ്ണുകൾ തുറക്കാൻ പറ്റാത്ത, എന്റെ ശരീരത്തിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എന്നെ ആരോ ഇവിടൊക്കെ കൊണ്ടുപോകുന്നത്, ഞാൻ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കോളം ഇതെന്റെ ശരീരത്തിൽ ഇങ്ങനെ തങ്ങിക്കിടന്ന ഒരു അവസ്ഥയും, എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അതിശക്തമായ ചൂട് എനിക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ട ഒരു അവസ്ഥ എനിക്കുണ്ട്. എനിക്ക് അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസുകൾ എനിക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു 11 വയസ്സുകാരന് അത് അന്നതിന് ശേഷം എന്തോ വ്യത്യാസം എന്ന് ചോദിച്ചാല്, എന്റെ സ്വഭാവങ്ങൾക്ക് പോലും എനിക്ക് വ്യത്യാസമുണ്ട്. എനിക്ക് കുറച്ചും കൂടെ മെച്യൂരിറ്റി എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് കാര്യങ്ങളെ പ്രാർത്ഥിക്കാൻ ഭയങ്കര ആവേശമായി. പ്രത്യേകിച്ച് എനിക്ക് മീറ്റിങ്ങുകൾക്ക് പോകാൻ, എവിടെ അന്ന് വരെ നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുപോയ സ്ഥാനത്ത് അന്നു മുതല് എനിക്ക് മീറ്റിംഗ് എവിടെ ഉണ്ടെങ്കിലും പോകണം എന്ന് പറയുന്ന ഒരു 6 വയസ്സ്, അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, 11 വയസ്സ് പ്രായമുള്ള ഒരു പയ്യനാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. അപ്പം അത് ആ ആളിന്റെ പ്രത്യേകതയല്ല, അകത്ത് വന്നിരിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകതയാണെന്നാണ് അതിനർത്ഥം. ഞാൻ അതാണ് പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം എന്നെക്കാളും 2 വയസ്സ് മൂപ്പുള്ള എന്റെ ജ്യേഷ്ഠനും എന്നെക്കാളും മുമ്പ് അദ്ദേഹം ഈ മീറ്റിങ്ങിന് വെച്ച് അന്യഭാഷ പ്രാപിച്ചു. ഇതേ സെയിം അവസ്ഥ. അന്നുണ്ടായിരുന്ന എല്ലാ കുട്ടികൾക്കും ഏകദേശം ഇതേ സെയിം അവസ്ഥയുണ്ടായി. ഇന്ന് പലരും അതിൻ്റെ അകത്ത് കർത്തൃവേലയിലായിരിക്കുന്നു. എന്നാൽ ഒരുപാട് പേര് ജോലിയോടുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിലായി. എൻ്റെ ബ്രദറും അദ്ദേഹം ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. പക്ഷെ എല്ലാവരും അന്ന് പ്രാപിച്ചതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അന്ന് പ്രാപിച്ചവർക്കെല്ലാം ഇതേ പറയുന്ന ശക്തിയും ഇതേ പറയുന്ന അനുഭവങ്ങളും ഉണ്ട്. ഞാൻ തുടർന്ന് പോകട്ടെ. അങ്ങനെ ഞങ്ങള് 6ാം ക്ലാസ് കഴിഞ്ഞു. പ്രാർത്ഥനകൾ പിന്നീടുള്ള, ഇതൊരു എക്യുമെനിക്കൽ മീറ്റിംഗ് ആയതുകൊണ്ട് ഈ എല്ലാ പെന്തക്കോസ്ത് ചർച്ചക്കാരെല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു ആരാധനയായിരുന്നു. ആ ദേശത്ത് വലിയൊരു ഉണർവുണ്ടായി. അതിനുശേഷം ഉണർവുണ്ടായാൽ അതിന്റെ പിന്നാലെ മറ്റുള്ള ശത്രുവിന്റെ പോരാട്ടവും ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ തന്നെ പല പ്രശ്നങ്ങളുണ്ടായി. ആ ഒരു ഉണർവ് യോഗം, ആ എക്യുമെനിക്കൽ മീറ്റിംഗ് സത്യത്തിൽ അത് തകർന്നു എന്ന് പറയാം. അങ്ങനെ സ്പ്ലിറ്റായി, പലരും പല സ്ഥലങ്ങളിലേക്ക് മാറി. എന്നാൽ കുറച്ചു പേര് ഞങ്ങൾ ഈ ഒരു ഇത് വിടാൻ തയ്യാറായില്ല. കാരണം എന്താ പറയുന്നതെന്ന്, ഈ കണക്ട് ചെയ്ത് ഈ സ്പിരിറ്റ്, ഈ ഹോളി സ്പിരിറ്റിന്റെ ആ ഒരു ഹോളി സ്പിരിറ്റ് നമ്മളെ വിടാൻ റെഡിയായില്ല. വീണ്ടും ഞങ്ങൾ മീറ്റിങ്ങുകൾക്ക് കൂടാൻ തുടങ്ങി. ഞായറാഴ്ച വൈകുന്നേരം ആകണമേ എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങി. അപ്പൊ ഞായറാഴ്ച ഒരു 4 മണി ആകുമ്പോഴത്തേനും ഞങ്ങളുടെ ചർച്ചിലെല്ലാം പോയിട്ട് ഓടി വരും. അങ്ങനെ വന്ന ആരാധന തുടങ്ങി. ഒരുപാട് ഭൂതങ്ങളൊക്കെ, ഇങ്ങനെ പ്രശ്നങ്ങളുള്ള ആൾക്കാര്, രോഗികളായിട്ടുള്ള ആൾക്കാര് ഒക്കെ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരും. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ടീമായിട്ട് അങ്ങനെ പറയുന്ന ചർച്ചകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകാൻ തുടങ്ങി. അങ്ങനെ വലിയൊരു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ സമയത്ത് ഞാൻ കാണുന്ന ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് കാണുന്നത്. അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1-2 7ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേന് ഈ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇരിക്കുന്ന ഒരു സമയത്താണ് എനിക്കുണ്ടായ ഒരു അനുഭവം. ഇതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രാർത്ഥിച്ച് ഇങ്ങനെ ആരാധിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു അൺകോൺഷ്യസ് ലെവലിലേക്ക് പോകുന്ന പോലെ എനിക്കുണ്ടായി. പെട്ടെന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ എനിക്ക് ഞാൻ ആയിരുന്ന സ്ഥലങ്ങളെ പറ്റി എനിക്ക് ബോധമില്ല. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഞാൻ അൺകോൺഷ്യസ് ലെവലിലേക്ക് പോയി. പക്ഷെ ആ സമയത്തും ഞാൻ വേറെ ഒരു സ്ഥലത്ത്, സ്വപ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ റിയലി TV കാണുന്ന പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഏതോ ഒരു വലിയൊരു ഗേറ്റിന്റെ മുമ്പിൽ ചെല്ലുന്നു. അവിടെ എനിക്ക് ആളിനെ വ്യക്തമല്ല, പക്ഷെ എനിക്കൊരു സിംഹാസനം പോലെ കാണാം. അവിടെ നിന്ന് ഒരു ശബ്ദം കേൾക്കാം.
എന്റെ മേളിലേക്ക് ഒരു അഭിഷേകത്തിന്റെ തൈലം ഒഴിക്കാൻ പോവുകയാണ്, നിന്നെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന ഒരു അനുഭവം. ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് എന്നെ ആരോ വിളിച്ചു. കുറെ നേരം കൊണ്ട് ശ്രമിച്ചതിന് ശേഷമാ പെട്ടെന്ന് ഉണർന്നു വന്നു. ആ ആ ആ ഒരു അനുഭവത്തിന് ശേഷം ഞാൻ ഈ രോഗികൾക്ക് വേണ്ടി അത്യാവശ്യം ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് വലിയ മാറ്റങ്ങളൊക്കെ വന്ന് ഞാൻ കണ്ടു. അപ്പം എനിക്കതും എന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമായി മാറി. ഇതെല്ലാം ചെയ്യുമെങ്കിലും ഒരിക്കലും എനിക്കൊരു പാസ്റ്ററായിട്ട് പോകണമെന്നോ ഒരു ദൈവവേല ചെയ്യണമെന്നോ എന്റെ ഉള്ളിലില്ല. മീൻസ് ദൈവവേല ചെയ്യണം എന്നല്ല, ചെയ്യണം ഇല്ലെന്നല്ല, എനിക്കൊരു ജോലിയോടുകൂടി ഒരു സുവിശേഷ പ്രവർത്തനം അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ആ സമയങ്ങളിൽ മറ്റുള്ള പഠനങ്ങളും കാര്യങ്ങളും അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. എല്ലാ ഈ പറയുന്ന വെക്കേഷൻ ടൈമുകളിലും ഞങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്, അല്ലാത്ത ടൈമുകളിൽ ഇങ്ങനെ പ്രാർത്ഥനയുണ്ട്. ഞങ്ങൾ പ്രാർത്ഥനയുമായി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ഈ പറഞ്ഞൊരു മാസ്റ്റേഴ്സിന് പോയി. അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഗ്രി, PG, അതുപോലെ MBA ഇങ്ങനെ പോയി ജോലിക്കുള്ള മേഖലയിലേക്ക് ഞാൻ തിരിഞ്ഞു പോയി. അപ്പൊ ആക്ച്വലി എന്റെ വീട്ടില് പാസ്റ്റർ ആകാനും ആ ഒരു കോളിങ്ങും ഉണ്ടായിരുന്ന വിളിയും കിട്ടിയ ഒരാളെന്ന് പറഞ്ഞ എന്റെ ജ്യേഷ്ഠനാണ്. അപ്പം അദ്ദേഹം ആ ഒരു പ്രായം തൊട്ട്, ചെറിയ പ്രായം മുതലേ അദ്ദേഹം ഈ ആദ്യം ആക്കണം എന്നുള്ളതായിരുന്നു വീട്ടിലെ ഒരു താല്പര്യം. അതിനുശേഷം ഇതിൽ വന്നതിന് ശേഷം അദ്ദേഹം ഒരു പാസ്റ്റർ ആകണം എന്നുള്ളതായിരുന്നു. കൊച്ചിലെ തന്നെ ബൈബിൾ എടുത്ത് പാസ്റ്റർമാരുടെ റൂട്ട് ഇങ്ങനെ അനുകരിക്കുക, പ്രസംഗിക്കുക ഞങ്ങളുടെ ഇടയിൽ. ഞാൻ ഈ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇച്ചിരി ഷൈനസ് ഉള്ള ആളെ, ഇച്ചിരി നെർവസ് ആവും പെട്ടെന്ന്. ഒരു ആൾക്കൂട്ടത്തിന് മുമ്പിൽ എനിക്ക് നിൽക്കാൻ മടിയാണ്. ദൈവജനം എഴുന്നേറ്റ് ഒരു കാര്യം പറയാനുള്ള ധൈര്യം എനിക്കില്ല. എന്നാൽ അകത്ത് എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ എനിക്കിത് പുറത്ത് പറയാൻ പറ്റത്തില്ല. നന്നായി പാട്ട് പാടുമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ ഒരാള്, എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്റെ ബ്രദർ. അദ്ദേഹം ഇങ്ങനെ കയറി നിന്ന് പ്രസംഗിക്കാനും ഒക്കെ ഉള്ളൊരു ധൈര്യമുള്ള ആളാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ തന്നെ ഞാൻ ജോലിക്ക് പോകും, എന്റെ ബ്രദർ ഒരു സുവിശേഷകനായി മാറും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടു വരുന്നതും. അപ്പം ഞാൻ ഈ ഒരു നമ്മുടെ കുടുംബത്തിന്റെ അടുത്ത ഒരു ലെവലിലേക്ക് ഞാൻ പോകണമല്ലോ, ജോലിയും കാര്യങ്ങളുമായിട്ട് പോകണം. അപ്പം എന്റെ പഠനവും എന്റെ പോക്കും ഇപ്പൊ സുവിശേഷ വേലയിൽ കിട്ടുന്ന സമയത്ത് അതിന് പോകാമല്ലോ, അങ്ങനെയൊക്കെയാണ് എന്റെ ഒരു ചിന്ത. അതിന്റെ ഇടയിൽ കീബോർഡ് പഠിക്കാൻ പോകുന്നു, പാട്ടുപാടും, വർഷിപ്പ് ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ചർച്ചിൽ വർഷിപ്പ് ലീഡറായിട്ട് മാറി. അങ്ങനെ അതിശക്തമായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എന്റെ കാര്യം ചുരുക്കി അങ്ങ് പറയാമല്ലോ, 26-ാമത്തെ വയസ്സിൽ ഏകദേശം എനിക്ക് എന്റെ ജോലിയെല്ലാം എനിക്ക് ഏകദേശം റെഡിയായി. ഞാൻ എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞു. അതിന് വേണ്ടുന്ന കോഴ്സുകളെല്ലാം പഠിച്ച് ദുബായിലേക്ക് പോകാനാണ് ആദ്യം ഞാൻ പ്ലാൻ ചെയ്ത്. അങ്ങനെ എല്ലാം നിൽക്കുന്ന സമയത്താണ് എന്റെ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സൗദി അറേബ്യയിൽ അവിടെ ഒരു നല്ലൊരു ഇറ്റാലിയൻ ഒരു കമ്പനിയിലാണ്, അവിടെ ഒരു നല്ല വേക്കൻസി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 75 to 1 lakh സാലറി ഒക്കെ കിട്ടുന്ന ഒരു നല്ല ജോബ്, എല്ലാ ഫെസിലിറ്റിയും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ജോബ്. അപ്പൊ നീ പെട്ടെന്ന് നിന്റെ ബയോഡേറ്റയും ഇതെല്ലാം CV എല്ലാം റെഡിയാക്കി എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടെ, ഞാനൊരു കല്യാണത്തിന് പോയത്. ആ കല്യാണം പാതി വഴിക്ക് ഞാൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഓടി വന്ന് ഞാൻ പെട്ടെന്ന് എന്റെ CV ഒക്കെ എടുത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് വളരെ സന്തോഷത്തോടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഏകദേശം എനിക്കൊന്ന് ഒരു രാത്രിയോട് അടുക്കുന്ന ഒരു സമയമായപ്പോഴത്തേന് എനിക്ക് അകത്തൊരു ഭാരം എന്നെ വന്ന് നിറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അന്ന് വരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത വേറൊരു മേഖല. അപ്പം എന്റെ ജീവിതത്തിലെ അടുത്തൊരു ടേണിംഗ് പോയിന്റ് പറയാൻ വരുന്നത്. അതുവരെ ഒരിക്കലും ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഒരു പാസ്റ്ററായിട്ട് പോകാൻ ഞാൻ റെഡി അല്ലായിരുന്നു. കാരണം വേറൊന്നും അല്ല, എന്നെ സംബന്ധിച്ച് അധ്വാനിച്ച് ജോലി ചെയ്ത് അങ്ങനെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം മറ്റുള്ള ചെറുപ്പക്കാരെ പോലെ വലിയ സ്വപ്നങ്ങളുണ്ട്. അപ്പൊ അന്നത്തെ ആ കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ പോകുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഇടയിൽ ഇച്ചിരിയും കൂടെ. ഈ ഓസ്ട്രേലിയയും UK യും കാനഡയും ഒന്നും അന്ന് അത്ര വലിയ കാര്യമല്ല. എല്ലാവർക്കും ഗൾഫിൽ പോവുക, അതാണ് എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അപ്പം ഞാനും അങ്ങനെ ആഗ്രഹിച്ചപ്പോ ഏതൊരു ചെറുപ്പക്കാരനെ പോലെ നമ്മൾ പോകാൻ വേണ്ടി എല്ലാം നിൽക്കുമ്പോഴാണ് വൈകുന്നേരം ആയപ്പോഴത്തേന് എന്റെ ഹൃദയത്തിന്റെ ഖനം കൂടി വന്നു. ഞാൻ വിചാരിച്ചു ഒരു പക്ഷെ പോകുന്നതിന്റെ പ്രശ്നമായിരിക്കാം. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തി. 1 ആയി, 2 ആയി, 3 ആയി. ഇത് കഴിയുന്തോറും എനിക്ക് ഈ ഭാരം കൂടി വരിക. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്തുകൊണ്ട് സംഭവിക്കും. ഞാൻ പതുക്കെ ഞാൻ എന്റെ വീട്ടിൽ അറിയിച്ചു, എനിക്കിങ്ങനെ എന്തോ ഒരു വലിയ സ്ട്രെസ് പോലെ തോന്നുന്നു. അപ്പൊ അവരും പറഞ്ഞു ചിലപ്പോൾ പോകുന്നതിന്റെ വിഷയമായിരിക്കാം. അതെ, പക്ഷെ 1 വീക്കായിട്ടും എന്നെ ഇത് വിട്ടുമാറുന്നില്ല. എനിക്ക് പിന്നെ ശ്വാസം വിടാൻ പറ്റാത്തതുപോലുള്ള സ്ട്രെസ്സാ. മീൻസ് എനിക്കൊരു രോഗമോ എനിക്കൊരു വേറെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല.
എന്റെ മാനസിക തലത്തിൽ എനിക്ക് എന്തോ എന്നെ ആരോ വിലക്കുന്നത് പോലെയോ എന്തോ എനിക്കൊരു ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആയി. ലാസ്റ്റ് എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി എന്റെ മാതാവിന് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. പുള്ളിക്കാരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഞങ്ങളുടെ ഒരു അപ്പച്ചനുണ്ട്, പുള്ളിയെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. ഞാൻ പാസ്റ്ററിന്റെ അടുത്ത് പോകാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട അത് പറയുമ്പോൾ ഞാൻ വിസ്മരിച്ചു പോകാൻ പാടില്ലല്ലോ. എനിക്ക് ഈ പറയുന്ന തലങ്ങളിലേക്ക് ആദ്യം എനിക്ക് രക്ഷ കിട്ടിയതും അല്ല ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതൊക്കെ വ്യക്തിപരമായിട്ടാണെങ്കിലും പിന്നീടുള്ള നമ്മുടെ ആത്മീയ ഇതിന്റെ അകത്ത് ഗൈഡൻസ് തരാൻ ഞങ്ങളുടെ പാസ്റ്റർമാർ വളരെ പങ്കുവഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എബ്രഹാം പാസ്റ്റർ എന്ന് പറയുന്ന ഒരാൾ കോന്നിയിലുണ്ട്. അപ്പം അദ്ദേഹമാണ് ശരിക്കും അതിനുള്ള ഗൈഡൻസ് തന്നെ. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഉള്ള ചെറുപ്പക്കാർക്കെല്ലാം അല്ലെ കുഞ്ഞുങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന്റെ മിനിസ്ട്രി അല്ലെ അദ്ദേഹത്തിന്റെ ആ ഒരു ഗൈഡൻസ് ഞങ്ങളെ വളരെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് വളരാനുള്ള പ്രേരണ അദ്ദേഹത്തിന്റെ ആ ഒരു പുഷാണ് ശരിക്കും. അപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പം അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് എന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് മാറ്റമില്ല. അപ്പച്ചന്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പം കുറച്ചു പേരുടെ അടുത്ത് എന്നിട്ടാണ് ഞാൻ ഈ അപ്പച്ചന്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പൊ അപ്പച്ചന് കാര്യം മനസ്സിലായിട്ട് അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യം, നീ കർത്താവിനോട് ചോദിക്കണം ഞാൻ എന്തോ ചെയ്യണം. അത് ഈ എബ്രഹാം പാസ്റ്റർ എന്ന് പറഞ്ഞ ആളുടെ ഫാദറാണ്, അത് തങ്കച്ചാൻ എന്നൊക്കെ ഞങ്ങൾ ഇവിടെ പറയും. അദ്ദേഹമാണ് എന്നോട് പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യാൻ, നീ നിന്റെ ദൈവത്തിനോട് ചോദിക്കണം എന്തോ എന്നെ പറ്റിയുള്ള ഉദ്ദേശം എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ഞാൻ ജോലിക്ക് പോകണോ വേണ്ട, എന്തുവാ. അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. അതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. ഞാൻ അന്ന് വൈകുന്നേരം വന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വേലയ്ക്കാണ്, അവിടുത്തെ ആ കോളാണ് എൻ്റെ ഉള്ളിലുള്ളെങ്കിൽ ഞാൻ ജോലിക്ക് പോകാൻ പാടില്ല, ഞാൻ ഇതാണ് അങ്ങയുടെ തീരുമാനമെങ്കിൽ എനിക്ക് വ്യക്തത വരണം. ഞാൻ വെറുതെ ഇറങ്ങത്തില്ല. സാധാരണ കണ്ടീഷൻസ് വെക്കല്ലെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ കണ്ടീഷൻസ് വെച്ച ആളാ, വെക്കാൻ പാടില്ല. പക്ഷെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഒരു സ്റ്റെപ്പിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുക. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഇറങ്ങിത്തിരിക്കുമ്പം എന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ടെന്നും ഈ വേലയ്ക്ക് ഞാൻ ഉണ്ടെന്നുള്ളതും എനിക്ക് കൃത്യമായി നീ ബോധ്യം തന്നാലേ ഞാൻ ഇറങ്ങത്തുള്ളൂ, അല്ലാതെ എന്നെ വിളിക്കരുത് എന്ന് ഞാൻ കർത്താവിനോട് പറയാം. ഇന്ന് രാത്രി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, അടുത്തൊരു 6 മാസം എൻ്റെ കർത്താവെ ഞാൻ നിന്റെ മുമ്പിൽ ഇരിക്കാൻ പോവാം. ഈ 6 മാസത്തിനകം നീ വ്യക്തത എനിക്ക് വരുത്തണം. എൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ എനിക്ക് അത്ഭുതമായി തോന്നണം. ഞാൻ അതിനുവേണ്ടി ഉള്ള ആളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ഞാൻ മാറ്റിവെക്കുന്നു. കർത്താവിനോട് തീരുമാനം എടുത്തു. അന്ന് ഞാൻ തീരുമാനം എടുക്കുന്നു. അതിന്റെ അടുത്ത ദിവസം അപ്പം ഞാൻ ഒരു തീരുമാനം വെച്ചപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇതിനോടകം 1 ലക്ഷം അല്ല 1 കോടി എനിക്ക് ശമ്പളം തരാന്ന് പറഞ്ഞ് വിളിച്ചാലും ഞാൻ കർത്താവെ ഞാൻ പോകത്തില്ല, ഞാൻ നിന്റെ വേലയ്ക്ക് തന്നെ നിൽക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. അന്ന് രാത്രിയാണോ അടുത്ത ദിവസം പ്രഭാത സമയം, ഏകദേശം അന്ന് എനിക്ക് തോന്നുന്നു ഡിസംബർ മാസമാണ്, 2013 ഡിസംബർ മാസം. അപ്പം ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറയുന്നു. അടുത്ത ദിവസം രാവിലെ മോർണിംഗിൽ എൻ്റെ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഏകദേശം നിന്റെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, ഇനി മാക്സിമം ബാക്കി കാര്യങ്ങളോട് പ്രൊസീജിയേഴ്സും കൂടെ നീട്ടിക്കഴിഞ്ഞാൽ 1 വീക്കിനുള്ളിൽ നിനക്ക് ഇവിടെ കയറി വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഓക്കെ ആയി കഴിഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേന് എൻ്റെ അകത്തൂടെ വലിയൊരു കരണ്ട് പാസ് ചെയ്യുന്ന പോലെ ഒരു അനുഭവമായി പോയി. എനിക്ക് എന്തു പറയണം. ഞാൻ തലേദിവസം രാത്രി തീരുമാനം വെക്കുന്നു, അതുവരെ ഇത് വന്നുമില്ല. അതാണ് അതിനേക്കാളും വലിയ രസം. ഞാൻ എപ്പം തീരുമാനം വെച്ചോ അതിന്റെ അടുത്ത ദിവസം എനിക്ക് ഇത് വന്നു കഴിഞ്ഞു. കർത്താവിന്റെ മുമ്പിൽ പിശാച് പരീക്ഷണമായി ചെന്നെന്ന് പറഞ്ഞ പോലെ എന്റെ മുമ്പിൽ കറക്റ്റ് ചോദ്യം വന്നു. അപ്പൊ എന്റെ പെട്ടെന്ന് ഇത്രയും നാൾ നമ്മൾ സ്വപ്നം കണ്ടത്, ഇത്രയും നാൾ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മുടെ പടിവാതിൽക്ക് വന്ന് നമ്മളോട് പറയണം 1 ലക്ഷം രൂപ സാലറി, പെട്ടെന്ന് കയറി വാ, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം കയറാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇരിക്കുക. പക്ഷെ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, കർത്താവിന്റെ മുമ്പ് ഞാൻ തീരുമാനം വെച്ചത് ഇനി എന്തായാലും ഞാൻ മാറ്റി പറയത്തില്ല. പക്ഷെ എനിക്കത് എൻ്റെ ഒരു ജ്യേഷ്ഠനോട് പറയാൻ എനിക്ക് മടിയുമുണ്ട്. എങ്ങനെ ഞാൻ അവതരിപ്പിക്കും? ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ ഇന്നതുപോലെ കർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു തീരുമാനം വെച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് സത്യത്തിൽ കുറെ നേരം ഷൗട്ട് ചെയ്തു. കാരണം പാടുപെട്ട് എനിക്കിങ്ങനെ ഒരു ജോബ് എല്ലാം പുള്ളി റെഡിയാക്കി കൊണ്ടുവന്നേ. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞൊരു ഒരു കാര്യം ഇതാണ്, എല്ലാവരും നാട്ടുകാർ പറയും ജ്യേഷ്ഠൻ പോയി അവിടെ പോയി രക്ഷപ്പെട്ടു, എല്ലാമായി അവന്റെ അനിയനെ കൊണ്ട് അവൻ രക്ഷപ്പെടുത്തിയില്ല എന്നൊരു വാക്ക് ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നീ കളി എടുക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ എന്തുവാന്ന് വെച്ച് ഞാൻ റെഡി ആക്കിക്കോണം, ഒഴിവുതിരിവുകളൊന്നും പറയാനുള്ള സമയമല്ല. അദ്ദേഹം വിചാരിച്ച് ഞാൻ ചിലപ്പോൾ ചുമ്മാ പറഞ്ഞായിരിക്കും എന്നുള്ളൊരു ധാരണയിലായിരിക്കാം പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങൾ നീക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എന്റെ തീരുമാനം ഉറച്ചതാ, ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു പോയി, ഇനി ഇതിന്റെ അകത്ത് ഞാൻ മാറത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം കുറച്ചു നേരം എൻ്റെ അടുത്ത് വഴക്കൊക്കെ പറഞ്ഞു.
എന്റെ മമ്മിയെ ഫോൺ വിളിച്ചെത്തൊക്കെയോ പറഞ്ഞു പുള്ളി ഫോൺ കട്ട് ചെയ്തു. എനിക്ക് ഇതിന്റെ പ്രയാസം, എനിക്ക് ഇത് നടന്നില്ലെങ്കിൽ എന്നോട് അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ചിലപ്പോൾ നിനക്ക് ദൈവം തരുന്ന ഒരു അവസരമായിരിക്കാം, നീ ഇത് നോ പറഞ്ഞാൽ നാളെ നിനക്ക് ഇങ്ങനെ ഒരു അവസരം വരണം എന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം എനിക്കെല്ലാം കൂടെ ആയപ്പോഴത്തേന് വീണ്ടും ഒരു പ്രയാസം തോന്നിയെങ്കിലും ഞാൻ കർത്താവിൽ ആശ്രയിച്ച് എന്തോ ഒരു സമാധാനം എനിക്കുണ്ട്. ഞാൻ നോ തന്നെ പറഞ്ഞു. ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേന് ജ്യേഷ്ഠൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഓക്കെ, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ക്രമീകരിക്കുക, ഞാൻ അതിനുള്ള സപ്പോർട്ടെല്ലാം ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിനുള്ള സപ്പോർട്ടുകൾ ഞാൻ ചോദിച്ചില്ല. കാരണം ഞാൻ കർത്താവിന്റെ മുമ്പിലല്ലേ നിൽക്കുന്നത്, കർത്താവല്ലേ എന്നെ ഗൈഡ് ചെയ്യേണ്ടത്. കർത്താവാണ് എന്നെ വിളിച്ചതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ നടത്തുന്നതും കർത്താവായിരിക്കും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് മുതൽ ആരംഭിച്ചു. പാസ്റ്റർ, ഞാൻ പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര നെർവസ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്കൊരു കൂട്ടത്തിൽ ഞാൻ അതിനു മുമ്പും കീബോർഡ് വായിച്ച് വർഷിപ്പ് ചെയ്യും, പാട്ടൊക്കെ പാടും. പക്ഷെ ഒരു വാക്ക് ഞാൻ വായി തുറന്നിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന കൂട്ടത്തിനോട് പറയത്തില്ല, നമുക്കെല്ലാം ഒരുമിച്ചൊന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കാം എന്ന് പറയുന്ന ഒരു വാക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ കാണാൻ പറഞ്ഞ ഞാൻ മുട്ടടിച്ച് താഴെ വീഴും. അപ്പം എനിക്ക് അത്രയും ധൈര്യമില്ലാത്ത ഞാന് ഈ തീരുമാനം വെക്കുന്നു, ഇത് ഉറയ്ക്കുന്നു. അടുത്ത സൺഡേയിൽ ഞാൻ ചർച്ചിൽ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്ന് വർഷിപ്പിനെ ലീഡ് ചെയ്യുന്ന ഒരു എൻ്റെ അതേ സമപ്രായക്കാരനാണ്. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്നോട് കർത്താവ് പറയുന്നു ഇന്ന് സോബി വർഷിപ്പ് ചെയ്യുമെന്ന്. അപ്പം ഇത് കേൾക്കുകയും ഞാൻ ആകെ ബ്ലാക്ക് ഔട്ട് ആയെന്ന് പറയുന്ന പോലെ എനിക്ക് ഭയന്നു പോയി. കാരണം എനിക്കത് സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അടുത്തൊരു പ്രാവശ്യം ഞാൻ ചെയ്തോളാം, ഇന്നങ്ങ് താങ്കൾ അങ്ങ് ചെയ്താട്ടെ, ഇന്ന് എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്ന് എനിക്ക് മറ്റുള്ള പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. അപ്പൊ പുള്ളിക്കാരൻ പബ്ലിക്കായിട്ട് അങ്ങ് വിളിച്ചു പറഞ്ഞു, എന്നോട് കർത്താവ് പറഞ്ഞു ഇന്ന് സോബി വർഷിപ്പ് ചെയ്യും, അതുകൊണ്ട് ഇന്ന് സോബിക്ക് സമയം അങ്ങ് വിട്ടുകൊടുക്കുവാന്ന്. എന്റെ ദൈവമേ, ഞാൻ പെട്ടുപോയി. ഞാൻ രണ്ടും കൽപ്പിച്ച്, എനിക്ക് ഒറ്റ കാര്യം അറിയാം, പണ്ട് കണ്ണടച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണടച്ചു, ഞാൻ വർഷിപ്പ് ആരംഭിച്ചു. ആ ഒരു സഭ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ വർഷിപ്പ് അവസാനിക്കുന്നത് 12:30-ക്കാണ്. അതുവരെ രാവിലെ 9:30-ക്ക് തുടങ്ങിയ, അല്ലെ 9:45-ന് തുടങ്ങിയ വർഷിപ്പ് 12:30 വരെ സ്റ്റോപ്പ് പറയാതെ, ഭയങ്കര ആത്മസാന്നിധ്യം, അല്ലെ തന്നെ ഭയങ്കര ആരാധനയുള്ള ഒരു ചർച്ച. പക്ഷെ ആ 12:30 വരെ അതിൻ്റെ അകത്ത് ഇന്റർഫിയർ ചെയ്യാതെ എന്നെ പിടിച്ചു നിർത്താത്ത ആ ഒരു ദൈവാസന്മാര്, പ്രത്യേകിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ ഇബ്രാഹിം പാസ്റ്റർ, അദ്ദേഹം തടഞ്ഞില്ല. മറ്റുള്ള ചർച്ചകളിലാണെങ്കിൽ വന്ന് നമ്മളെ കൊട്ടി നിർത്തും, ഇല്ലേ? എനിക്ക് പല അനുഭവങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ചർച്ചിൽ അദ്ദേഹം അത് ഒരു നോയും പറഞ്ഞില്ല. 12:30 ആയപ്പോൾ ആശീർവാദം പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു എന്നുള്ളതാണ് സത്യം. ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ പിന്നീട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം. മുഴകളുള്ളവരുടെ എനിക്ക് പെട്ടെന്ന് കർത്താവ് ഇങ്ങനെ പറയും, അവരുടെ ശരീരത്തിൽ മുഴ മാറി. എൻ്റെ ഫസ്റ്റ് അനുഭവമാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പം ആ ശരീരത്തിൽ നിന്ന് മുഴ അന്നേരം തന്നെ ആ മുഴ മാറിപ്പോയി. അതെന്റെ ജീവിതത്തിലെ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കിയ, അല്ലെ ഈ എന്നെ കർത്താവ് കണ്ടിട്ടുണ്ടെന്നുള്ള എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ച ഒരു സാക്ഷ്യമായിരുന്നു. ആ ആന്റിയുടെ ശരീരത്തുണ്ടായിരുന്ന ഒരു ഓറഞ്ചിന്റെ വലിപ്പമോ ഒക്കെയുള്ള ഒരു മുഴ ആ ആന്റിക്ക് മാത്രമേ അറിയത്തുള്ളൂ ആ ഒരു കാര്യം അവിടെ നിൽക്കുമ്പോൾ. പക്ഷെ കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ വർഷിപ്പിന്റെ ടൈമിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇന്നപോലെ ഒരാൾ ഇവിടെ ഉണ്ട്, ആൾക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ടെന്ന് കർത്താവ് പറയാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ എന്നോട് പറയുന്നു എന്ന് പറയുമ്പോൾ അവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. കാരണം ആർക്കും അങ്ങനെ ഒരു അവസ്ഥ അവിടെ അറിയത്തില്ല. പക്ഷെ ആ ആന്റിക്ക് അറിയാം, ഞാൻ പ്രാർത്ഥിച്ചു, അങ്ങനെ ഒരു സൗഖ്യമായ ഒരു കഥയോ ഒന്നും കേട്ടില്ല, ആരും ഒന്നും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എൻ്റെ ഒരു തോന്നലായിരിക്കാം. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആന്റി വന്ന് മുമ്പ് എന്ന് സാക്ഷ്യം പറഞ്ഞു, ഇന്നതുപോലെ ആ മോൻ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മുഴയുണ്ടായിരുന്നു, ഞാൻ ആ കൈ വെക്കുന്ന ആ സ്പോട്ടിൽ ആ മുഴ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മുഴ അവിടുന്ന് അപ്രത്യക്ഷമായി. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നത്. അതിനുശേഷം പാസ്റ്ററെ പല മീറ്റിംഗ് ഇന്നു വരെ എന്റെ ചർച്ചില് കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായ ഒരു സാറ്റർഡേ മീറ്റിംഗില് എന്റെ ചർച്ചിലെ ഒരു വിശ്വാസിക്ക് ഈ മസിൽ ലോസ് ഉണ്ടാകുന്ന ഒരു രോഗമുണ്ട്. പാസ്റ്ററിന് അറിയാമോ? എനിക്കും അതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. ഈ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഈ ഷേപ്പ് ഉള്ളത് ഒന്ന് ബോണും ഒന്ന് മസിലും ആണല്ലോ. ഈ പേശികൾ അങ്ങ് ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ അവിടെ കുഴിഞ്ഞു പോകും. അപ്പം ആ ആന്റിയുടെ കയ്യില് അങ്ങനെ ഉണ്ടായിട്ട് കൈയിൽ നല്ലൊരു കുഴിയുണ്ട്. ഈ റൈറ്റ് ഹാൻഡില് ഈ കൈയുടെ ഫോറാംസിന്റെ ഇവിടെ വന്നിട്ട് അവിടെ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുക. അപ്പം ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് ദൈവം ഒരു ആലോചന തന്നു, ആന്റിയോട് പറയാൻ വേണ്ടി. ഞാൻ ആന്റിയോട് ചെന്ന് ആലോചന പറഞ്ഞ് തലേ കൈ വെച്ച് ഞാൻ ജസ്റ്റ് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ആന്റിയുടെ കയ്യിലെ ആ കുഴി, ആ മസിൽ വന്ന് ഫില്ലായിട്ട് ആ കുഴി അവിടെ നിന്ന് മാറി
അത് ഞങ്ങൾ സാക്ഷ്യം എടുത്തിട്ടുണ്ട്. അവിടെ അങ്ങ് ഫില്ലായി മാറി. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഒരു ആംഗിള് ഹാർട്ടിന്റെ ഒരു പ്രശ്നമായിട്ട് വന്ന് ഹീലായി. അവിടുത്തെ ആ ആന്റിയുടെ ഒരു മകള് ഇതുപോലെ ആൻജിയോഗ്രാം ചെസ്റ്റ് പെയിൻ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ പരിശോധിച്ചപ്പം TMT ടെസ്റ്റിന്റെ അകത്ത് കാണിച്ചു. അതുപോലെ ECG വേരിയേഷൻ, എക്കോയ്ക്കകത്തുണ്ട്, അവർക്ക് ബ്ലോക്ക് ഉണ്ട്, അല്ലെ ഒരു ഹാർട്ടിന്റെ പ്രശ്നം, അറ്റാക്കിന്റെ ഒരു രീതി എല്ലാം കാണിച്ചപ്പം അടുത്ത ദിവസം ആൻജിയോഗ്രാം ചെയ്യാൻ ചെല്ലുന്നതിന്റെ തിങ്കളാഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ ശനിയാഴ്ച ഇത് പറയുന്നു. ഞങ്ങള് സൺഡേയില എന്നോട് ഇത് പറഞ്ഞു. സൺഡേയിൽ അവിടെ നിന്നുകൊണ്ട് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അപ്പം വിശ്വാസത്തോട് നമ്മൾ കൽപ്പിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ആന്റി രാവിലെ ചെക്ക് ചെയ്തു, അതിൻ്റെ അകത്തൊരു മീൻസ് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതല്ല, അങ്ങനെ ആരും അങ്ങനെ ചിന്തിക്കരുത്. ആ ഒരു കോൺഫിഡൻസിൽ കർത്താവ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തില് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, അത് പറഞ്ഞു. അടുത്ത ദിവസം മൺഡേയില് അവിടെ ചെന്ന് ഡോക്ടർ തിരിച്ചും മറിച്ചും എല്ലാം ആൻജിയോഗ്രാം എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് ECGയിലെ വേരിയേഷൻ കാണുന്നില്ല, എക്കോയ്ക്കകത്ത് പ്രശ്നമില്ല, ആൻജിയോഗ്രാം ചെയ്തതിൻ്റെ അകത്ത് പ്രശ്നമില്ല, അതിൻ്റെ അകത്ത് ഒരു സിംറ്റവും ഇല്ല. കംപ്ലീറ്റ് അവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ ആൾക്ക് ബ്ലോക്ക് ഇല്ല. അങ്ങനെ ഭയങ്കര അത്ഭുതങ്ങൾ അന്നു മുതൽ ഇന്ന് വരെ ത്രൂ ഔട്ട് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ അനുഭവ സാക്ഷ്യം പറയുകയാണെങ്കിൽ ക്യാൻസർ രോഗികൾ സൗഖ്യമായത് അനുഭവ സാക്ഷ്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അങ്ങനെ ഇതിന്റെ ഇടയിലൊക്കെ ഇതൊക്കെ പറയുമ്പോഴും ജീവിതാനുഭവങ്ങൾക്കകത്ത് നമ്മൾ കർത്താവിനെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പം ചില സങ്കടങ്ങളും നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അതും നമ്മൾ പറയണമല്ലോ. ഞാൻ എൻ്റെ വിവാഹപ്രായമായി നിൽക്കുന്ന സമയത്ത് എൻ്റെ അറിയാമല്ലോ, ഒരു ചെറുപ്പക്കാരൻ ഒരു 10-30 വയസ്സ് കഴിയുമ്പോൾ തൊട്ടേ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എപ്പം കല്യാണം എപ്പോഴാ, കല്യാണം എപ്പോഴാ, കല്യാണം എപ്പോഴാ. പക്ഷെ നമുക്ക് പഠിത്തമുണ്ട്, പക്ഷെ ജോലിയുടെ കാര്യം പറയുമ്പം നമ്മൾ പൊതു ശുശ്രൂഷകളിലുമാണ്. അപ്പം ആ സമയങ്ങളിലൊക്കെ പലപ്പോഴും ഞാൻ ഈ വിവാഹകാര്യം പറഞ്ഞ് പലരും വരികയും സംസാരങ്ങളും നടക്കുമ്പം നമ്മളൊരു ദൈവവേലയ്ക്കാണ് എന്ന് പറഞ്ഞ് നമ്മളെ റിജക്റ്റ് ചെയ്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതും പോകട്ടെ, നമ്മളിങ്ങനെ ഈ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് പോകുമ്പം നമ്മുടെ വീട്ടിലുള്ളവരോ നമ്മുടെ ബന്ധുക്കളോ അവർ നമ്മളെ തിരിഞ്ഞും മറിഞ്ഞും ആക്ഷേപിക്കുന്ന, നേർക്ക് നേരെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങള്, ശുശ്രൂഷ നിമിത്തമുള്ളത് ഒരുപാട് തിക്താനുഭവങ്ങളും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പലപ്പോഴും ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എൻ്റെ വീട്ടിൽ ചോദിച്ചാൽ എനിക്ക് ലഭിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഇന്ന് വരെ കർത്താവ് എന്നെ വിളിച്ച അന്ന് മുതൽ ഇന്നു വരെ എൻ്റെ ഒരു ആവശ്യങ്ങളും എൻ്റെ ജ്യേഷ്ഠനോടോ എൻ്റെ വീട്ടിൽ ചോദിച്ചാൽ എനിക്ക് ലഭിക്കാൻ ഉണ്ട്, പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല. പലപ്പോഴും എൻ്റെ ഇല്ലായ്മകൾ എൻ്റെ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടില്ല, എൻ്റെ ജ്യേഷ്ഠൻ പോലും അറിഞ്ഞിട്ടില്ലായിരിക്കും. പക്ഷെ അതൊക്കെ പറയുമ്പം ഇന്ന് പകലും ഞാൻ ആലോചിക്കുക, എനിക്ക് കർത്താവ് വേണ്ടി സമയങ്ങളിൽ എവിടുന്നൊക്കെയോ എനിക്ക് ദൈവം തരും. പ്രത്യേകിച്ച് ഞാൻ ആ ഒരു വ്യക്തികളോടും എൻ്റെ പുറമേ ഉള്ള ഒരു അവസ്ഥ വെച്ച് എല്ലാവരും കരുതുന്ന എന്തുവാ, ആ ആൾക്ക് വലിയ സാമ്പത്തികമായിട്ട് വലിയ ആവശ്യങ്ങളൊന്നും വരത്തില്ലല്ലോ, കാരണം ശുശ്രൂഷയുണ്ട്, അല്ലെങ്കിൽ വീട്ടില് പ്രത്യേകിച്ച് ഒരു ഭവനം നോക്കുമല്ലോ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിന്റെ ഒരു ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ചലഞ്ചസിന്റെ അകത്തൂടെ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നു വരെ കർത്താവ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ട് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ശുശ്രൂഷയ്ക്കുള്ളവനാണ് എന്ന് പറയുന്ന അത് ഞാൻ കറക്റ്റ് ദൈവം എന്നെ കണ്ടിരുന്നു എന്ന് പറഞ്ഞതിന്റെ ഒരു സാക്ഷ്യം ഞാൻ എൻ്റെ ഇടയിൽ പറയാൻ മറന്നുപോയത്, ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാതിരുന്നിട്ടില്ല. ഞാൻ ഒരുപാട് വട്ടം ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ ഒരു സെയിൽസ്മാൻ ആയിട്ട് പോലും നോക്കിയിട്ടുണ്ട്. ഞാൻ MAയും MBA എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ആ ജോലികളൊന്നും കിട്ടത്തില്ല എന്നുള്ളത് തന്നെയല്ല, ലാസ്റ്റ് ഒന്നും കിട്ടാതെ വന്നപ്പം ഞാൻ സെയിൽസ്മാൻ, അതായത് മാരുതിയുടെ ഒക്കെ ഷോറൂമിൽ സെയിൽസിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തു. അപ്പം ഇതൊന്നും എനിക്ക് കിട്ടാത്തതല്ല. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പോയി അപ്ലൈ ചെയ്യും, എന്നെ ഇന്റർവ്യൂവിനെല്ലാം ഇവർ സെലക്ട് ചെയ്യും, എല്ലാത്തിൻ്റെ അകത്തും ഓക്കെ ആവും, റെഡി ആണെന്ന് പറയും. എൻ്റെ പേപ്പർ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ആൾക്കാരെ ഹാൻഡ് ഓവർ ചെയ്യും, ഇയാളെ എടുത്തു എന്ന് പറയും. സന്തോഷത്തോടെ ഞാൻ വീട്ടിൽ വരും, എന്നെ വിളിക്കത്തില്ല. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരു തവണയല്ല, ഒരു 100 തവണ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റിൽ എന്തേലും ആകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ മാരുതിയുടെ ഷോറൂമിൽ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് എന്നെ അവിടുന്ന് അവർ സെലക്ട് ചെയ്തു. എനിക്ക് എൻ്റെ എല്ലാം അവർ സെലക്ട് ചെയ്തെടുക്കും. പക്ഷെ എനിക്ക് കോൾ ലെറ്റർ വരത്തില്ല. 2 മാസം കഴിയുമ്പോൾ അവർ വീണ്ടും വിളിക്കും, ജോയിൻ ചെയ്തില്ലെന്ന് ചോദിച്ചാൽ അവരുടെ ഹെഡ് ഓഫീസിൽ വിളിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് കോൾ ലെറ്റർ വരാതെ ഞാൻ എങ്ങനെ ജോയിൻ ചെയ്യും, നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ലല്ലോ. അന്നേരം പറയും, സിസ്റ്റത്തിന്റെ അകത്ത് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് കിട്ടത്തില്ല. അങ്ങനെ
3ഉം 4ഉം തവണ വിളിക്കുകയും ലാസ്റ്റ് ഗതി കെട്ടിട്ട് ഞാൻ ഇനി എനിക്ക് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞ് മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നിരവധി അനവധി തവണ എനിക്ക് കോൾ ലെറ്റർ വരത്തില്ല. ഞാൻ ഇന്റർവ്യൂവിന് പോകും, ഇന്റർവ്യൂവിന് പാസ്സാകും, പക്ഷെ എനിക്ക് കോൾ ലെറ്റർ വരത്തില്ല. അപ്പൊ അന്നേ എന്റെ ജീവിതത്തിൽ അങ്ങനെ നിർബന്ധിച്ച് ദൈവം ഒരാളെ വേലയ്ക്ക് ഇറക്കുമോ എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ കർത്താവ് എന്നെ പുഷ് ചെയ്ത് തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള അതിശയകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എന്റെ ഭവനത്തിനെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാവരും എന്റെ ജീവിതത്തിലെ എന്റെ ഫാദർ ഈ പിന്മാറ്റത്തിൽ പോയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ഭയങ്കര കോപിഷ്ഠനാണ്, ചെയിൻ സ്മോക്കറാണ്. അതായത് ഒരു ദിവസം തന്നെ 10ഉം ഇങ്ങനെ 2ഉം 3ഉം പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ആള്, മദ്യപിക്കുമായിരുന്നു. പക്ഷെ ആ ആ ഇതിൽ നിന്നെല്ലാം അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവന്നത് എന്റെ മമ്മിയുടെ പ്രാർത്ഥനയും ഞങ്ങൾ ഒരുമിച്ചുള്ള ആ ഒരു കർത്താവിനോടുള്ള പ്രാർത്ഥനയാണ്. അപ്പം അങ്ങനെയുള്ള വലിയ വലിയ ജീവിതാനുഭവങ്ങൾക്കകത്തുനിന്നാണ് ഞങ്ങള് സത്യത്തിൽ ഇതുവരെ ദൈവം ഞങ്ങളെ കൊണ്ടുവന്നത്. ഇതെല്ലാം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ആത്മീക വശം മാത്രമാണ് ഞാൻ ഇത്രയും നേരം ആത്മീയമായി കർത്താവ് നടത്തിയതും ആത്മീയമായി കർത്താവ് ഉണർത്തിയതും മാത്രമാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് ഭൗതികമായി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങൾക്ക് ഭൗതികമായി സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾക്കകത്ത് ദൈവം ദൂതന്മാരെ അയച്ച് നമ്മളെ വിടുവിക്കുമെന്ന് പറയുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഇല്ലായ്മകൾക്കകത്ത് ദൈവദൂതന്മാരെ പോലെ ഡോറ് മുട്ടി വിളിച്ചിട്ട് തന്നിട്ടുണ്ടെന്ന് പറയുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓർക്കുക. ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ വളരെ ചെറിയ പ്രായത്തിലാണ് ഫാദറൊക്കെ മിലിറ്ററിയിലുള്ള സമയത്ത് തന്നെയാണ് ഒരു പ്രാർത്ഥനയ്ക്ക് നടക്കുന്ന സമയത്ത് അന്ന് അവരുടെ കയ്യിൽ പൈസ ഇല്ല, എന്തോ ലോസ് വന്നു, കുറവ് വന്നു. അപ്പൊ ആ പ്രാർത്ഥനയ്ക്ക് ഫുഡ് കൊടുക്കണം, അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കണം. അപ്പം ഇവരുടെ കയ്യിലാണെങ്കിൽ 5 രൂപ പൈസയും ഇല്ല, കടം വാങ്ങിക്കത്തുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവര് പറഞ്ഞ സാക്ഷി, ഞാൻ വളരെ കൊച്ചായോണ്ട് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഈ ഡോറിന് വന്ന് മുട്ടിയിട്ട് അന്നത്തെ മീറ്റിങ്ങിന് നടക്കേണ്ട സകല സാധനവും ഈവൻ അതിൻ്റെ അകത്ത് ഈ പറയുന്ന നമ്മുടെ നോൺ വെജ് ഐറ്റം ഉൾപ്പെടെ ഒരു ചാക്കിന്റെ അകത്താക്കി ഒരാൾ വന്ന് ഡോറി മുട്ടി തന്നിട്ട് ഇന്ന് നിങ്ങൾക്ക് ഏൽപ്പിക്കാനാന്ന് പറഞ്ഞിട്ട് തന്നിട്ട് പോയ അനുഭവങ്ങളുണ്ട്. അത് ദൂതനാണോ മനുഷ്യനാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ എനിക്ക് ഈ ഒരു സമയത്തിൽ എങ്ങനെ ഇതൊക്കെ പറഞ്ഞു പിടിപ്പിക്കണം എന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നെ കാണുന്ന ചെറുപ്പക്കാരോട് എനിക്കിപ്പം ഈ പറയുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ള ഒരു സാക്ഷ്യം ഇതാണ്: നമ്മൾ കർത്താവിൽ ആഴമായിട്ട് വിശ്വസിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ മുഴുവനും നടക്കും. അത് ഇപ്പം നടക്കണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. പക്ഷെ ഇപ്പം നടക്കേണ്ട ആവശ്യമാണ്, കർത്താവ് ഇപ്പം നടത്തും. അത് ഇനിയും തല പോകുന്ന കേസാണെങ്കിലും കർത്താവ് ഇടപെടും. അല്ല, നമ്മളാണ് ചിന്തിക്കുന്നത് ഇപ്പൊ നടന്നേ അത് ശരിയാവൂ എന്ന്, ഇപ്പൊ അത് കിട്ടിയാലേ അത് വർക്കൗട്ട് ആവത്തുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നത് നമ്മളാ. കാരണം നമ്മളെപ്പോഴും സൊല്യൂഷൻസ് ഇപ്പം നടക്കണം ഇങ്ങനെ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സമയം പെർഫെക്റ്റ് ടൈമാ. ശരിക്കും എനിക്ക് ആവശ്യമുള്ള സമയം കർത്താവിനറിയാം. ആ സമയത്ത് കർത്താവ് നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കും. പക്ഷെ നമുക്ക് തോന്നും ലേറ്റ് ആയി പോയെന്ന്. പക്ഷെ പിന്നത്തേതിൽ നമുക്ക് മനസ്സിലാവും കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ടൈമിലാണ് നമുക്ക് അത് ലഭിച്ചതെന്ന്. അങ്ങനെയുള്ള ഒരുപാട് ജീവിതാനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു സാക്ഷ്യത്തിൽ നിന്ന് നിർത്തുക. സ്തോത്രം. എന്തായാലും പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തികളെ കുറിച്ച് പാസ്റ്റർ പറഞ്ഞു. എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്നൊരു ചിന്തയാണ് പാസ്റ്ററെ. ഒരാൾ ആത്മനിറവ് പ്രാപിച്ചിട്ടുണ്ടെങ്കിലേ അന്യഭാഷ പറഞ്ഞത് കൊണ്ട് തീരുന്നില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഞാനിപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരാൾ ആത്മനിറവ് പ്രാപിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വ്യത്യാസങ്ങളുണ്ട്. ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകണം, സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകണം. പാസ്റ്റർ ഇപ്പം പറഞ്ഞ പോലെ ദൈവം നടത്തി എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. അല്ലാതെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മുടെ പഴയ വഴക്കാളി സ്വഭാവങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആരോടെങ്കിലുമൊക്കെ ഗുസ്തി പിടിക്കാൻ പോവും, ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ തെറ്റായ വാക്കുകൾ പറയും, അതിനൊന്നും ഒരു റിഗ്രറ്റ് ഇല്ല. അപ്പം പിന്നെ എനിക്ക് സംശയം തോന്നുന്നു, എന്ത് അന്യഭാഷയാ പറയുന്നല്ലേ. നമ്മൾ ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ അതാ പാസ്റ്ററെ കാണുന്നത്. അതെ, ഞാൻ അത് പാസ്റ്റർ പറഞ്ഞ ശരിയാ. നമ്മൾ ഈ നമ്മുടെ സഭയിലാണെങ്കിലും ഇപ്പൊ ഞാൻ ചർച്ചയിൽ കയറിയേക്കുന്നിടത്താണെങ്കിലും ഇങ്ങനെ പലരെയും നമ്മൾ കാണുമ്പോൾ അത്ഭുതമാണ്. കാരണം ഇവര് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട്
അടുത്തൊരു നിമിഷം കൊണ്ട് ഇവർ ആള് മാറുന്നവരങ്ങ് ആയി മാറുക. അപ്പം അന്യഭാഷ പറയുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, വചനവും പറയുന്നുണ്ട്. അവരെ അന്യഭാഷ പറയാത്തത് കൊണ്ടോ ആത്മനിർഭരം ഇല്ലാത്തത് കൊണ്ടോ അല്ല, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രോസസ് ഉണ്ട് ഒരു വ്യക്തിയെ മാറ്റാൻ. ആ പ്രോസസ്സിന് അവർ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു ആഗ്രഹം അവർക്കില്ല. അവർ ഈ അന്യഭാഷയും പറഞ്ഞുകൊണ്ടങ്ങ് ജീവിക്കുന്നു. അവർക്കൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടൊക്കെ അങ്ങനെ അതായത് പ്രേക്ഷകർക്ക് അനുഗ്രഹമാകുന്ന പ്രയോജനമാകുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പാസ്റ്റർക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഇല്ല എങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ദൈവനാമോഹത്വത്തിന് പൊതുപ്രയോജനത്തിന് കാരണമായി തീരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം പ്രാർത്ഥിക്കാം പാസ്റ്റർക്ക്. എന്റെ ജ്യേഷ്ഠന് ജോലി കിട്ടിയ ഒരു അനുഭവം, ഒരു അനുഭവമുണ്ട് ശരിക്കും. എന്റെ ഈ ജ്യേഷ്ഠന് ഈ പറഞ്ഞ പോലെ സൗദിയിലേക്ക് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു ജോലിയൊക്കെ കിട്ടി. അതൊരു മാൻ പവർ സപ്ലൈ കമ്പനിയാണ് അദ്ദേഹത്തിനെ എടുക്കുന്നത്. പക്ഷെ അദ്ദേഹം ഈ ഒരു ഏജന്റ് ത്രൂ ആണ് നമ്മൾ സമീപിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ ചെന്ന് അദ്ദേഹം ഈ ജോലിക്ക് കടന്നു പോകുന്ന സമയത്ത് നമ്മളോട് ഇത് പറയുന്നില്ല. നമ്മളോട് ഈ ഏജന്റ് പറഞ്ഞത് അവിടെ ചെന്ന് ഓഫീസ് വർക്ക് ആണെന്നുള്ള രീതിയിൽ അവിടെ കൊണ്ടു ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആളറിയുന്നു, അവിടുത്തെ ലേബറും അങ്ങനത്തെ സാധാരണ ജോലിയിലേക്ക് പുള്ളിക്കാരനെ കൊണ്ടുപോയിട്ടു. അപ്പം അവിടുത്തെ ക്ലീനിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ജോലി പോയപ്പോഴത്തേന് അദ്ദേഹത്തിന് ഭയങ്കര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കായി. തിരിച്ചു വരേണ്ട അവസ്ഥ വരുമെന്നായി. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുണ്ട്. അപ്പം ഞങ്ങൾ സഭയായിട്ട് പ്രാർത്ഥിക്കുന്നു, അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം തിരിച്ചു പോരേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയായപ്പം ഞങ്ങൾ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ നീയാണ് അങ്ങനെ ഒരു വഴി ഒരുക്കിയത്, എന്നിട്ട് ഇത് എന്തുവാ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരിക്കലും സംഭവിക്കത്തില്ലെന്നാ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് അദ്ദേഹം ഒരു FMCG അങ്ങനെ ഒരു ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവർക്ക് ഓരോരോ ഔട്ട്ലെറ്റുകളാണ് ഇവരുടെ ഈ അവരുടെ സാധനങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ഉള്ളത്. ആ ഔട്ട്ലെറ്റിൽ ഒരിക്കലും അതിൻ്റെ അകത്ത് മാനേജർ വരാറില്ല. ഒന്നിനും അവിടുത്തെ സൂപ്പർവൈസറോ അങ്ങനെ ആരെയും വരത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് യാദൃച്ഛികമായി ഈ പറഞ്ഞതുപോലെ ഒരു ദൈവദൂതനെ പോലെ ഈ മാനേജർ അവിടെ കടന്നു ചെല്ലുകയും അദ്ദേഹത്തിന് ഈ ജോലി ഷിഫ്റ്റ് ചെയ്തൊരു കഥയുണ്ട്. അപ്പം അന്നത്തെ ആ ഒരു ദിവസം സാധാരണ ഒരു ഇതിനെ ജോസഫിനെ ഉയർത്തിയെന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥനയുടെ ഫലം അതാ ഞാൻ പറയാൻ വന്നേ. ഞങ്ങൾ അന്ന് ശക്തമായി ഇരുന്ന് പ്രാർത്ഥിക്കുക, തിരിച്ചു വരണോ അതോ അവിടെ നിർത്തണോ, എന്തു വേണം എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവിൽ നിന്ന് നമുക്കൊരു ഗൈഡൻസ് കിട്ടി. അദ്ദേഹവും പറഞ്ഞു, എന്തായാലും ഞാൻ വന്നതാ, കർത്താവിന്റെ ഒരു പ്രവൃത്തി കണ്ടേ മാറത്തുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത ദിവസം, അതായത് ഇവിടുത്തെ സൺഡേ ആണ്. ഈ സൺഡേയിൽ ഇവിടെ സഭയായി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതിന്റെ മാനേജർ, ഒരിക്കലും മാനേജർ അവിടെ ചെല്ലത്തില്ല. ആ സ്ഥാനത്ത് അന്ന് എന്തോ മാനേജർ അവിടെ വിസിറ്റ് ചെയ്യുകയും പുള്ളിക്കാരനെ കാണുകയും ഇദ്ദേഹത്തിനെ അടുത്ത് വിളിച്ചു. ഇതൊന്നും ഒരിക്കലും സംഭവിക്കുന്ന ഒരു കാര്യമേ അല്ല. അപ്പം അദ്ദേഹത്തിനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നീ ഈ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ, നീ എന്തിനാ ഈ ജോലി എന്തിനു നീ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ പുള്ളി നിറകണ്ണുകളോടെ പറഞ്ഞു, ഞാൻ ഇന്നതുപോലെ ചതിക്കപ്പെട്ടതാ, എന്നെ ഇങ്ങനെ ഏജന്റ് ചതിച്ചിട്ടാണ് ഇങ്ങനെ വന്നത്, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അന്നേരമേ അദ്ദേഹം, അപ്പൊ പുള്ളിക്കാരൻ ഈ ജോലിയൊക്കെ ചെയ്ത് ഇതൊന്നും ശീലിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള വർക്കുകളൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ കാലൊക്കെ നീര് വെച്ച് ഷൂ പോലും കേറാത്ത വണ്ണം കാലൊക്കെ നിപ്പാണ് എപ്പോഴും. അങ്ങനെ ഞാനിങ്ങനെ വളരെ സൈലന്റ് ആയിട്ട് വളരെ നോർമലായി പറയുന്നെങ്കിലും ഭയങ്കര ഒരു വിഷമമുള്ള ഒരു ഘട്ടമായിരുന്നു. പെട്ടെന്ന് കർത്താവ് അദ്ദേഹം പറഞ്ഞു, തിങ്കളാഴ്ച നീ എന്റെ ഓഫീസിൽ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓഫീസിൽ ചെല്ലുകയും അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിൽ നിന്ന് നേരെ ഓഫീസിലേക്ക് തന്നെ അദ്ദേഹത്തിന് ജോലി കിട്ടുന്ന ഒരു മേഖലയുണ്ട്. ഇന്ന് അദ്ദേഹം ഔട്ട്സോഴ്സ് മാനേജറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു തലത്തിലേക്ക് ഉയർത്തിയത് ആ ഒറ്റ പ്രാർത്ഥനകളിലാണ്. ഒരു ദിവസത്തെ ഒരാഴ്ച 1-2 ആഴ്ചയോളം പുള്ളി ആ ജോലി ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇന്നു വരെ അവർ പറഞ്ഞ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കമ്പനിയിലേക്ക് ഒരു ആളിനെ ഇതിന്റെ അകത്തുനിന്ന് ടേക്ക് ഓവർ ചെയ്തിട്ടില്ല, അവരെ എടുത്ത് ഇങ്ങനെ ആക്കിയിട്ടില്ല. അത് ജീവിതത്തിലെ എനിക്ക് എപ്പോഴും ദൈവം സ്പോണ്ടേനിയസ് ആയിട്ട് ഇടപെടുമോ എന്ന് ചോദിച്ചാൽ ഇടപെടുന്ന ഒരു ഘട്ടമായിരുന്നു. അതുപോലെ കൊറോണ വന്ന സമയത്ത് ഞങ്ങളുടെ ജ്യേഷ്ഠത്തിക്ക് കൊറോണ സ്ഥിരീകരിച്ചു. അപ്പം കൊറോണ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്യുക, പിന്നെ അന്ന് മാറ്റി പ്രാരംഭ സമയമാണ്. അപ്പം പുള്ളിക്കാരിക്ക് കൊറോണ വന്നു. പുള്ളിക്കാരനോടും പറഞ്ഞു, നിങ്ങൾ വരണ്ട, അവിടെ തന്നെ വീട്ടിൽ തന്നെ, അന്ന് വീട്ടിലാണ്
അവര് നിർത്തുന്നത്, ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ഘട്ടത്തിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആള് മരിച്ചു പോകുമോ, അല്ലെ ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ ഒരു അവസ്ഥ. രക്ഷപ്പെടാനൊക്കെ വളരെ സാധ്യതകൾ കുറവുള്ള ഒരു സമയമാണ്. അപ്പം പുള്ളിക്കാരിക്ക് ഇത് വന്നു, പുള്ളി ഇതുപോലെ വിളിച്ചു പറഞ്ഞു ഇന്നതുപോലെ കൊറോണയായി, പ്രശ്നമാ, ഇനിയിപ്പോ കാണാൻ പറ്റുമോ എന്തോ അതൊന്നും അറിയത്തില്ല. അപ്പൊ വളരെ സങ്കടത്തോട് വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ അന്ന് ഈ പറഞ്ഞ പോലെ സഭ ഒരുമിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം ഈ സ്വാബ് ഇവര് ടെസ്റ്റ് ചെയ്യാൻ വരുമല്ലോ, വന്ന് അവര് ടെസ്റ്റ് ചെയ്യുമ്പം അങ്ങനെ കൊറോണ ആ ശരീരത്തിൽ ഇല്ല. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ശക്തമായിട്ടുള്ള അനുഭവങ്ങൾ, സൗഖ്യത്തിന്റെ സാക്ഷ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിൽ എന്റെ പേഴ്സണൽ ലൈഫില് ഒക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് സാക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവാസന. ഇനിയും കർത്താവ് അനവധി അത്ഭുതങ്ങളിലൂടെ നടത്തട്ടെ, അനേകർക്ക് അനുഗ്രഹമാക്കി നടത്തട്ടെന്ന് പ്രാർത്ഥിക്കുക. കുടുംബമായിട്ട് ദൈവം സഹായിക്കട്ടെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. അവരുടെ ജീവിതത്തിലും ഒരു കർത്താവിൻ്റെ സ്പർശനം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയൊക്കെ വെളിപ്പെടാനിടയായി തീരട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ അത് ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ ഒരു 2 വാക്കിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കും. എനിക്ക് ഒറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ജീവിതത്തിനെ മാറ്റിമറിച്ച ഒരു ഘട്ടം എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാഭിഷേകം, അതായത് അന്യഭാഷ പറയുക എന്നുള്ളതല്ല, ശക്തി എന്റെ മേൽ വെളിപ്പെട്ട, എന്റെ അറിവില്ലാത്ത ഒരു സമയത്ത്, ഒരു കൊച്ചു ബാലനായിരുന്ന സമയത്ത് എന്റെ മേൽ വെളിപ്പെട്ടതാണ്. അന്നു മുതൽ ഇന്നു വരെ ഞാൻ വിശ്വസിക്കുന്നത് സത്യത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വരികയും അവൻ നിങ്ങളെ സകല സത്യങ്ങളിലേക്കും വഴി നടക്കുമെന്നല്ല, എന്നെ ആക്ച്വലി അന്നു മുതലേ ഇങ്ങനെ നടത്തുക. അപ്പം എനിക്ക് ഇപ്പം ഇത് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വിശ്വസിക്കുക, കർത്താവിൽ വിശ്വസിക്കുക. നമ്മളെ ഉറപ്പായിട്ടും ഏത് ഘട്ടത്തിലും, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഏത് വിഷമായിക്കോട്ടെ, ഏത് നിരാശ ആയിക്കോട്ടെ, നമ്മളെ വഴി നടത്തും. നമുക്ക് എങ്ങനെ പോകണമോ, എന്ത് ചെയ്യണമോ, എന്തൊക്കെയാ ജീവിതത്തിൽ വേണ്ടിയത് എന്നുള്ളത് ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് ചെയ്തു തരുന്നത്. നമ്മളെങ്ങനെ നടത്തിക്കൊണ്ടുപോകും, നമ്മൾ അതിലകത്തോട്ട് നിന്നു കൊടുത്താൽ മതി. എന്റെ ജീവിതത്തിൽ സംഭവിച്ച അന്നു മുതൽ ഇന്നയോളം എനിക്ക് നടന്നേക്കുന്നത്, എന്നെ ഇങ്ങനെ ഒരാൾ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നടത്തിക്കൊണ്ട് പോകുന്നത് പോലെ ഞാൻ ഈ ഘട്ടം വരെ എത്തിയിരിക്കുന്നു. ഇതിന്റെ അകത്ത് 100 അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗസൗഖ്യങ്ങൾ ആയിട്ടുള്ള അനേകരുണ്ട്. രോഗസൗഖ്യങ്ങൾ, പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയ പലരും എന്നെ വിളിച്ചിട്ട് ഒറ്റ മീറ്റിങ്ങിന്റെ അകത്ത് ആത്മഹത്യയുടെ ദുർഭൂതം അവരിൽ നിന്ന് മീൻസ് ആ സ്പിരിറ്റ് മാറിയിട്ട് അവർ ജീവിതത്തിലേക്ക് വന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. എനിക്ക് ആരുടെ ഐഡന്റിറ്റി ഇപ്പം പറയുന്നത് ശരിയല്ലല്ലോ. പലരും കുടുംബമായിട്ട് ജീവിക്കുന്നവരുണ്ട്, പല മേഖലയിലുണ്ട്, അനേകം ചെറുപ്പക്കാര്. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ അനുഭവങ്ങളാണ്. ഇതെല്ലാം ഉണ്ടായത് ആ ഒറ്റ എൻകൗണ്ടർ ആണ്. അന്ന് എന്റെ മേൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തിയാണ്. അപ്പൊ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വിശ്വസിച്ച് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആയിരങ്ങളല്ല, ലക്ഷങ്ങളല്ല, കോടിക്കണക്കിന് ആൾക്കാരിലേക്ക് നമുക്ക് പ്രയോജനപ്പെടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് ഇതിനെ കൂടുതൽ ആഗ്രഹിക്കുക. കാരണം ഇന്ന് യുക്തിയിലും ബുദ്ധിയിലും കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു തലമുറയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം യുക്തിയിലൂടാണ് കർത്താവിന്റെ എക്സിസ്റ്റൻസ് തപ്പിക്കൊണ്ടിരിക്കുന്ന, ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് തപ്പിക്കൊണ്ടിരിക്കുന്ന. സയൻസിലൂടെ പോലും ഞാൻ പല ഡിബേറ്റുകളിലും ഇതിലും കാണുമ്പോഴെല്ലാം എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, എല്ലാവരും കർത്താവ് ഇന്നത് ഉണ്ടായിരുന്നു എന്ന ഇന്ന തെളിവുകൾ നിരത്തി പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു തലമുറകൾ വരുമ്പോൾ ആത്മാവിൽ വിശ്വസിച്ചും ആത്മാവിൽ നടക്കുന്ന ഒരു തലമുറകളെയാണ് കർത്താവിന് വേണ്ടിയെന്ന് മാത്രം ഞാൻ ഓർപ്പിച്ചോട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. പ്രിയ പിതാവേ, കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവെ പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് കർത്താവെ ഒരുമിച്ച് കൂടുവാനും എൻ്റെ സാക്ഷ്യങ്ങളെ ദൈവസന്നിധിയിൽ കർത്താവെ നിന്നുകൊണ്ട് അനേകായിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ തക്കൊണ്ട് പറയുവാൻ കർത്താവ് എന്നെ പ്രാപ്തനാക്കിയതിനായി സ്തോത്രം ചെയ്യണം. എന്നെ ദർശിക്കുന്ന അനേകം കർത്താവ് വ്യൂവേഴ്സ് ഉണ്ട്, അനേകായിരങ്ങളുണ്ടല്ലോ. അപ്പ ഞാൻ അവരെ ഓർത്ത് ഇപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവെ, നീറുന്ന അനുഭവത്തോടെ പലവിധ ജീവിത പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകായിരങ്ങൾ എന്നെ കണ്ടേക്കാം അപ്പ. കർത്താവെ, മരണത്തിനോട് മല്ലടിക്കുന്ന അനേകർ കണ്ടേക്കാം അപ്പ. രോഗികളായിട്ടിരിക്കുന്നവർ എന്നെ കണ്ടേക്കാം അപ്പ. പ്രൈസ് ഗോഡ്.
ഞാൻ അവരെ എല്ലാം ഓർത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. അപ്പാ, നിന്റെ സൗഖ്യത്തിന്റെ കരം അവരുടെ മേൽ അയക്കണം. നിന്റെ വചനത്തിന്റെ ശക്തി അവരുടെ മേൽ അയക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരെ അയക്കണം. നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെ കാണുന്നവരുണ്ട് അപ്പാ, അവരുടെ മേൽ ദൈവത്തിന്റെ വലിയൊരു കരമിറങ്ങണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേലും ഇറങ്ങണം. ഒരുപോലെ ദൈവം കർത്താവെ ശക്തിപ്പെടുത്തണമേ, പ്രയോജനപ്പെടുത്തണമേ. അനേകായിരങ്ങൾക്ക് ഇതൊരു ആശ്വാസമായി മാറണമേ, സൗഖ്യമായി മാറണമേ, വിടുതലായി മാറണമേ കർത്താവെ. ഈ കർത്താവെ എല്ലാ പ്രേക്ഷകരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഈ അവസരം ഒരുക്കി തന്ന ഫിന്നി പാസ്റ്റർ കുടുംബത്തിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ, നിന്റെ മക്കൾ ചെയ്യുന്നത് വലിയൊരു ദൈവ പ്രവൃത്തിയാണ്. കാരണം കർത്താവെ, ഇതുപോലെ കർത്താവെ അനേകായിരങ്ങൾക്ക് ഇതിലും ശക്തമായിട്ടുള്ള അനുഭവ സാക്ഷ്യങ്ങൾ കർത്താവെ കേൾക്കുമ്പോൾ വലിയ വേദനകൾക്കകത്തൂടെ കടന്നു പോകുന്ന കർത്താവെ, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോകുന്ന അനേകം ജീവിതങ്ങൾക്ക് കർത്താവെ അവിടുത്തെ ഈ ദാസനിലൂടെ ഈ ചെയ്യുന്ന ഈ ഒരു സേവനത്തിലൂടെ കർത്താവെ അനേകായിരങ്ങൾക്ക് പ്രതീക്ഷകളും കർത്താവിലുള്ള വിശ്വാസത്തിലും ഉറയ്ക്കുവാൻ കാരണമാണല്ലോ. ജീവിക്കുന്ന ദൈവം ഇന്നും ഉണ്ട് എന്ന് കർത്താവെ അനേകർക്ക് വിശ്വസിക്കുവാൻ കർത്താവെ ഈ ഒരു മാധ്യമം തന്നിലൂടെ കർത്താവെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. ഞങ്ങൾ ഇതിനെ ബ്ലസ് ചെയ്യുന്നു കർത്താവെ. ഇത് ഉപയോഗിക്കുന്ന കർത്താവ്, ഇതിന്റെ പിൻപിൽ നിൽക്കുന്ന ഫിന്നി പാസ്റ്റർ കുടുംബത്തിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നിന്റെ മകനെ കർത്താവെ വീണ്ടും ധാരാളമായി അനുഗ്രഹിക്കണമേ കർത്താവെ. ഇത് കർത്താവെ വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് അനേക ആയിരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിലേക്ക് ഇത് എത്തട്ട് കർത്താവെ. ദൈവവചനം കർത്താവെ നേഷൻസിലേക്ക് ഇത് ചലിക്കട്ട് കർത്താവെ. ആശ്വാസമായി മാറട്ടെ, വിടുതലായി മാറട്ടെ. ദൈവകൃപയ്ക്ക് കർത്താവെ വേണ്ടുന്ന മുഴുവനും കർത്താവെ എല്ലാ പ്രയോജനവും കർത്താവെ ജനങ്ങളിലേക്ക് എത്തട്ടെ. എന്നെ കർത്താവെ ശ്രദ്ധിക്കുന്ന സകല പ്രേക്ഷകരെയും ഒരിക്കൽ കൂടെ കർത്താവെ എല്ലാ വിശ്വാസി സമൂഹത്തിനെയും എല്ലാ ദൈവമക്കളെയും കർത്താവെ എല്ലാവരെയും ഓർത്ത് ഞാൻ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവരുടെ ജീവിതത്തിൽ കർത്താവെ വലിയ ബ്ലസ്സിംഗ് കർത്താവ് അയച്ചതിനായി നന്ദി പറയുന്നു. അനുഗ്രഹം അയച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. അവരെ എല്ലാം കർത്താവെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വീണ്ടും കർത്താവെ ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വീണ്ടും ഞങ്ങളെ ശക്തമായി കർത്താവ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി അപ്പ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ വലിയൊരു പൊന്നുനാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ അപ്പ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവ് പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസ കാവൽ നമ്മെല്ലാവരുടെ ഉൾപ്രത്യമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ കർത്താവിന്റെ ദാസന്റെ മേൽ, തന്റെ ശുശ്രൂഷകളുടെ മേൽ, കുടുംബജീവിതത്തിന്മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടങ്ങട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ, ഒത്തിരി സന്തോഷമുണ്ട് നല്ല ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതില്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഒരു പ്രാവശ്യം നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.